ഓക്കെ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സർട്ടിൻ നോൺ തെർമൽ മെത്തേഡ്സ് ഓഫ് ഫുഡ് പ്രിസർവേഷൻ ആണ്. അതായത് ഹീറ്റ് യൂസ് ചെയ്യാതെ എങ്ങനെ നമുക്ക് ഫുഡ്സിനെ പ്രിസർവ് ചെയ്യാം. സോ ഇതിനകത്ത് ഒരു മെത്തേഡ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, ഏതാണ്? ഇറേഡിയേഷൻ. സോ അതെന്ന് പറയുന്നത് എന്താണ്? ഹീറ്റ് യൂസ് ചെയ്യാതെ നമ്മൾ എങ്ങനെ ഫുഡിനെ പ്രിസർവ് ചെയ്യാം എന്നുള്ളൊരു മെത്തേഡാണ് ഇറേഡിയേഷൻ എന്ന് പറയുന്നത്. അപ്പം അതുപോലെയുള്ള സർട്ടിൻ അതർ മെത്തേഡ്സ്, ഒരു ഒന്ന് രണ്ട് മെത്തേഡ്സ് ഉള്ളൂ. ഓക്കെ. സോ എന്താണ് ഒന്നാമത്തേതാണിത് HPP അഥവാ ഹൈ പ്രഷർ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, HPP അല്ലെങ്കിൽ എന്താണ്? ഹൈ പ്രഷർ പ്രോസസ്സിംഗ് is a food preservation method that uses intense pressure rather than heat to inactivate microorganism and extend shelf life. സോ ഇവിടെ എന്താണ്? ഹൈ പ്രഷർ പ്രോസസ്സിങ്ങിന്റെ കേസിൽ നമ്മൾ ഫുഡിനെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹീറ്റിന് പകരം എന്തിനെ യൂസ് ചെയ്യും? ഹൈ പ്രഷർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് എന്താണ്? നമ്മൾ മൈക്രോ ഓർഗാനിസത്തിനെ ഇനാക്ടിവേറ്റ് ചെയ്യുന്നു ആൻഡ് അതുപോലെ തന്നെ എന്താണ്? ഷെൽഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യിക്കുന്നു. ഓക്കെ, ഇറ്റ് വർക്ക്സ് ബൈ അപ്ലൈങ് ഹൈ പ്രഷർ. ടിപ്പിക്കലി എത്രയാണ്? 400 to 600 പാസ്കൽ ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അല്ലെങ്കിൽ എത്രയാണ്? 58,000 to 87,000. ഓക്കെ, സോ ഇത്രയും റേഞ്ചിലാണ് നമ്മൾ ഹൈ പ്രഷർ അപ്ലൈ ചെയ്യുന്നത്. വിച്ച് ഈസ് അപ്ലൈ ടു എന്താണ്? ടു സീൽഡ് ഫുഡ് പ്രോഡക്ട്സ്, യൂഷ്വലി ഇൻ എ ലിക്വിഡ് മീഡിയം ലൈക്ക് വാട്ടർ. സോ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ സീൽഡ് ഫുഡ് പ്രൊഡക്ട്സിനകത്തേക്ക് വിച്ച് ഇസ് ഇമേഴ്സ്ഡ് ഇൻ വാട്ടർ ആയിരിക്കും, വാട്ടറിൽ ഇമേഴ്സ് ചെയ്ത് വെച്ചിരിക്കുന്ന രീതിയിലായിരിക്കും. എന്നിട്ട് ആ ഫുഡ് പ്രൊഡക്ട്സിലേക്ക് നല്ല ഹൈ ഇന്റൻസിറ്റിയിൽ പ്രഷർ അപ്ലൈ ചെയ്യും. ഓക്കെ, ഒന്നെങ്കിൽ എത്രയാണ്? 400 to 600 പാസ്കൽ ആയിരിക്കും, അല്ലെങ്കിൽ 58 to 87,000 ആയിരിക്കും. സോ ഈ ഒരു റേഞ്ചിലാണ് നമ്മൾ ആ ഒരു ഫുഡ് പ്രൊഡക്റ്റിനകത്തേക്ക് പ്രഷർ അപ്ലൈ ചെയ്യുന്നത്. This process damages the cell membranes and proteins of microorganisms, effectively inactivating them without significantly altering the food taste, texture or nutritional value. So ഈ പ്രോസസ് എന്താ ചെയ്യുന്നത്? ഈ നമ്മൾ ഹൈ പ്രഷർ കൊടുക്കുമ്പം നമ്മുടെ അതിനകത്തുള്ള മൈക്രോ ഓർഗാനിസത്തിന്റെ സെൽ മെംബ്രെയിനും അതിന്റെ പ്രോട്ടീനും ഡാമേജ് ചെയ്യും. അതുവഴി എന്താണ്? ആ ഒരു മൈക്രോ ഓർഗാനിസത്തിനെ ഇനാക്ടിവേറ്റ് ചെയ്യും. ഓക്കെ, വിത്തൗട്ട് എന്താണ്? ആൾട്ടറിങ് ദ ഫുഡ് ടേസ്റ്റ്, ടെക്സ്ചർ ഓർ ന്യൂട്രീഷൻ വാല്യൂ. ആ ഫുഡിന്റെ ടേസ്റ്റിനെയോ ടെക്സ്ചറിനെയോ ന്യൂട്രീഷൻ വാല്യൂവിനെയോ ആൾട്ടർ ചെയ്യാതെ അല്ലെങ്കിൽ ചേഞ്ച് വരുത്താതെ അതിനകത്തുള്ള മൈക്രോ ഓർഗാനിസത്തിന്റെ സെൽ മെംബ്രെയിനിലേക്കും പ്രോട്ടീനിലേക്കും പോയി ആക്ട് ചെയ്തിട്ട് അവരെ എന്ത് ചെയ്യും? ഇനാക്ടിവേറ്റ് ചെയ്യിക്കും, അല്ലെങ്കിൽ അവരെ ഡിസ്ട്രോയ് ചെയ്യിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ ഹൈ പ്രഷർ പ്രോസസ്സിംഗ് നമ്മൾ പറയുന്നത്. ഓക്കെ, ബാക്കി എല്ലാ കേസിലും നമ്മൾ ഒന്നുകിൽ ലോ ടെമ്പറേച്ചർ മെത്തേഡോ അല്ലെങ്കിൽ ഹൈ ടെമ്പറേച്ചർ മെത്തേഡോ ചെയ്തിട്ട് നമ്മൾ ഫുഡിനെ പ്രിസർവ് ചെയ്യുമ്പം ഇവിടെ എന്താണ്? നമ്മൾ ഹൈ ഇന്റൻസിറ്റിയിൽ പ്രഷർ അപ്ലൈ ചെയ്യും. പ്രഷർ അപ്ലൈ ചെയ്തിട്ടാണ് ഫുഡിനെ പ്രിസർവ് ചെയ്യുന്നത്. ഓക്കെ, സോ that is, high pressure processing is a method of preserving and sterilizing food in which a product is processed under very high pressure, leading to the inactivation of certain microorganisms and enzymes in the food. So എന്താണ് നമ്മൾ ഇതിനെ ഇത് ഒന്നുകിൽ ഫുഡിനെ പ്രിസർവ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഫുഡിനെ സ്റ്റെറിലൈസ് ചെയ്യുന്ന മെത്തേഡുമാണ്. ഓക്കെ, സോ വെരി ഹൈ പ്രഷറിൽ എന്താണ്? നമ്മൾ ഫുഡിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ എന്താണ്? അതിനകത്തുള്ള മൈക്രോ ഓർഗാനിസത്തിന്റെയും അതുപോലെ തന്നെ ഫുഡിനകത്ത് നാച്ചുറലി പ്രസന്റ് ആയിട്ടുള്ള എൻസൈംസിന്റെയും ഇനാക്ടിവേഷൻ ആണ് നടക്കുന്നത്. ആൻഡ് ദിസ് പ്രോസസ് ഈസ് ഓൾസോ നോൺ as എന്താണ്? പാസ്കലൈസേഷൻ. ഓക്കെ, ഹൈ പ്രഷർ പ്രോസസ്സിങ്ങിനെ പറയുന്ന മറ്റൊരു പേരാണ് പാസ്കലൈസേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദ ഹൈ പ്രഷർ ഈസ് അപ്ലൈഡ് എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. നമ്മൾ എന്താണ്? വളരെ കുറച്ച് സമയത്തേക്ക് മാത്രമേ ആ ഒരു ഹൈ പ്രഷർ ഇതിനകത്തേക്ക് അപ്ലൈ ചെയ്യും. ഫോർ എക്സാമ്പിൾ 20 മിനിറ്റ്സ് വരെ എന്താണ്? നമ്മൾ ഇതിനെ അപ്ലൈ ചെയ്യും. ഓക്കെ, സോ ഇതിന്റെ പ്രിൻസിപ്പിൾ എന്താന്ന് വെച്ചാൽ ലേ ചാറ്റ്ലിയസ് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് പറയുന്നത്, അല്ലെങ്കിൽ ഹൈ പ്രഷർ പ്രോസസ്സിംഗ് മെത്തേഡ് പറയുന്നത്. Any phenomenon that is phase transition, change in molecular configuration, chemical reaction accompanied by a decrease in volume is enhanced by pressure, and accordingly pressure shifts the system to that of lowest volume. So Le Chatelier principle എന്താ പറയുന്നത് വെച്ചാൽ any phenomenon accompanied by a decrease in volume is enhanced by pressure. സോ ഏതൊരു ഫിനോമിനൻ ആയിക്കോട്ടെ, അതിൽ അക്കമ്പൈൻ ചെയ്തിട്ടുണ്ട്? ആ കോമ്പൗണ്ടിന്റെ വോളിയം ഡിക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ വെച്ചിട്ട് നമുക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റും? പ്രഷർ വെച്ചിട്ട് എൻഹാൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സിംപ്ലി നമ്മൾ ഒരു സബ്സ്റ്റൻസിലേക്ക് ഹൈ പ്രഷർ ആഡ് ചെയ്യാന്നുണ്ടെങ്കിൽ അത് അതിനകത്തുള്ള വോളിയത്തിന്റെ ലെവൽ ഡിക്രീസ് ചെയ്യും, അല്ലെങ്കിൽ അതിനകത്തുള്ള കമ്പോണൻസിന്റെ ബേർസ്റ്റിങ്ങിന് കാരണമാകും. ഓക്കെ, സോ
Isostatic principle, that is, food products are compressed by uniform pressure from every direction and return to its original shape when the product is released. So എന്താ ചെയ്യുന്നത്? ഐസോസ്റ്റാറ്റിക് പ്രഷർ, ദാറ്റ് ഈസ് നമ്മൾ കോമ്പൗണ്ടിലേക്ക് എന്താണ് യൂണിഫോം ആയിട്ട് പ്രഷർ അപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ ഒരു ഫുഡ് പ്രൊഡക്റ്റിനെ യൂണിഫോം പ്രഷർ വെച്ചിട്ട് കംപ്രസ് ചെയ്യുകയാണെങ്കിൽ, അതായത് അതിന്റെ എല്ലാ ഡയറക്ഷനിലും എന്താണ് നമ്മൾ ഒരേപോലെ പ്രഷർ കൊടുത്ത് അതിനെ കംപ്രസ് ചെയ്യാണ്, എന്നിട്ട് നമ്മൾ അതിന്റെ ആ പ്രഷർ റിലീസ് ചെയ്തു, ദാറ്റ് ഈസ് അതിനെ എന്താണ് അതിന്റെ ഒറിജിനൽ ഷേപ്പിലേക്ക് നമ്മൾ കൊണ്ടുവന്നു. The products are compressed independently of the product size and geometry because transmission of pressure to the core is not mass by time depend. Thus, the process is minimized, and if a food product contains sufficient moisture, pressure will not damage the product at the microscopic levels, and as long as the pressure is applied uniformly in all directions. So, എന്താണ് the products are compressed independently of the product size. നമ്മൾ ആ പ്രോഡക്റ്റിനെ കംപ്രസ് ചെയ്യുന്നത് എന്താണ് അതിന്റെ സൈസിനെയോ അതിന്റെ ജോമെട്രിയോ ബേസ് ചെയ്തിട്ടല്ല. ഓക്കെ, നമ്മൾ എന്താണ് അതിന്റെ എന്ത് ഷേപ്പോ അല്ലെങ്കിൽ എന്ത് സൈസോ ആയിക്കോട്ടെ, നമ്മൾ അതിലേക്ക് യൂണിഫോം ആയിട്ട് എന്താ ചെയ്യുന്നത് പ്രഷർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് because the transmission of pressure to the core is not mass by time dependent. So എന്താണ് ആ പ്രഷർ ഇതിനകത്തേക്ക് പെനട്രേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു എഫക്റ്റ് ഫുഡിലേക്ക് കാണിക്കുന്നത് അതിന്റെ മാസിനെയോ അതിന്റെ ടൈമിനെയോ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല. ഓക്കെ, thus the process is minimized if a food product contains sufficient moisture. And എന്താണ് ഇപ്പൊ നമ്മൾ ആ ഒരു പ്രോസസ്സിനെ മിനിമൈസ് ചെയ്യും എപ്പം നമ്മുടെ ഫുഡ് പ്രോഡക്റ്റിനകത്ത് അത്യാവശ്യമായിട്ടൊരു മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടെങ്കിൽ. കാരണം അത്രമാത്രം മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടെങ്കിൽ നമ്മൾ എത്ര പ്രഷർ കൊടുത്താലും എന്താണ് which will not damage the product at the macroscopic level. മാക്രോസ്കോപ്പിക് ലെവലിൽ ആ ഫുഡ് പ്രോഡക്റ്റിനെ എന്താണ് ഇത് ഡാമേജ് ചെയ്യില്ല. ഓക്കെ, സോ എന്താ നമ്മൾ പറയുന്നതെന്ന് വെച്ചാല് നമ്മുടെ ഈ ഒരു പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഐസോസ്റ്റാറ്റിക് പ്രിൻസിപ്പിളിന്റെ ബേസിലാണ് അല്ലെങ്കിൽ ഈ ചാറ്റ്ലേസ് പ്രിൻസിപ്പിളിന്റെ ബേസിലാണ് എന്ത് നമ്മൾ ഹൈ പ്രഷർ പ്രോസസിംഗ് മെത്തേഡ് പറയുന്നത്. അതിനകത്ത് നമ്മളൊരു പ്രോഡക്റ്റിലേക്ക് യൂണിഫോം ആയിട്ട് പ്രഷർ അപ്ലൈ ചെയ്യുന്നു, ആൻഡ് ആ പ്രഷറിന്റെ ആ ഒരു ഫോഴ്സ് കൊണ്ടിട്ട് എന്താണ് അതിനകത്തുള്ള മൈക്രോ ഓർഗാനിസത്തിന്റെ സെൽസ് എന്താണ് റപ്ചർ ചെയ്യുന്നു, അവർ ഡിസ്ട്രോയ് ആവുന്നു. ഓക്കെ, സോ നമ്മുടെ ഈ ഒരു ഹൈ പ്രഷർ പ്രോസസിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ അവൈലബിൾ ആണ്. ബാച്ച് പ്രോസസ്സും ഉണ്ട്, എന്താണ് സെമി കണ്ടിന്യൂസ് പ്രോസസ്സും ഉണ്ട്. ഓക്കെ, നമ്മുടെ ഈ പ്രോസസ് എന്താണ് ബാച്ച് പ്രോസസ്സും ഉണ്ട്, സെമി കണ്ടിന്യൂസ് പ്രോസസ്സും ഉണ്ട്. നമ്മൾ ഇതിനു മുമ്പ് നമ്മുടെ പാസ്ചറൈസേഷൻ മെത്തേഡ്സ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഏതൊരു മെത്തേഡ് കൺസിഡർ ചെയ്താലും അതിനെന്താണ് ബാച്ച് പ്രോസസ്സും ഉണ്ട്, സെമി കണ്ടിന്യൂസ് പ്രോസസ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് പ്രോസസ്സും ഉണ്ട്. A typical HPP batch system consists of 4 key components. ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള നമ്മുടെ ഹൈ പ്രഷർ പ്രോസസിംഗ് മെത്തേഡിനകത്ത് 4 കമ്പോണൻസ് ആണ് ഉള്ളത്. ഒരു പ്രഷർ വെസൽ ഉണ്ട്, ഒരു പ്രഷറൈസേഷൻ ഫ്ലൂയിഡ് ഉണ്ട്, ഒരു ഇന്റൻസിഫയർ ഉണ്ട്, ഒരു പമ്പ് ഉണ്ട്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഈ ഒരു പോർഷൻ ആണ് നമ്മുടെ പ്രഷർ വെസൽ എന്ന് പറയുന്നത്. അതിനകത്ത് എന്താണ് നമ്മുടെ പ്രഷർ മീഡിയം ലൈക്ക് വാട്ടർ ആയിരിക്കും നമ്മൾ എപ്പോഴും ആഡ് ചെയ്യുക, അതായിരിക്കും നമ്മുടെ പ്രഷറൈസേഷൻ ഫ്ലൂയിഡ് അല്ലെങ്കിൽ മീഡിയം എന്ന് പറയുന്നത്. അതിനകത്താണ് നമ്മൾ നമ്മുടെ പ്രോഡക്റ്റിനെ പ്ലേസ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ ഒരു പമ്പ് ഉണ്ട്, ഒരു ഹൈഡ്രോളിക് ഇന്റൻസിഫയർ ഉണ്ട്. സോ അവിടെ നിന്നാണ് പ്രഷർ ജനറേറ്റ് ആവുന്നത്. ആ പ്രഷർ ആണ് വന്ന് നമ്മുടെ ഫുഡിലേക്ക് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ എ ടിപ്പിക്കൽ ഹൈ പ്രഷർ പ്രോസസ് യൂസസ് food products packaged in high barrier flexible pouch or a plastic container. The packages are loaded into the high pressure chamber. So നമ്മുടെ ഓൾറെഡി പ്രോസസ്ഡ് ആയിട്ടുള്ള ഒരു ഫുഡ് പ്രോഡക്റ്റിനെ അതിനെന്താണ് ഹൈ ഫൈബർ ഹൈ ബാരിയറിനകത്തോ അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ പൗച്ചിനകത്തോ പ്ലാസ്റ്റിക് കണ്ടെയ്നറിനകത്തോ ഫില്ല് ചെയ്ത നമ്മുടെ പ്രോഡക്റ്റിനെ എവിടേക്ക് നമ്മൾ ആദ്യം പ്ലേസ് ചെയ്യും? ഹൈ പ്രഷർ ചേംബറിനകത്തേക്ക് പ്ലേസ് ചെയ്യും. ഓക്കെ, the vessel is sealed and the vessel is filled with a pressure transmitting fluid. എന്നിട്ട് നമ്മൾ എന്താണ് ആ ഹൈ പ്രഷർ ചേംബറിനെ സീൽ ചെയ്യും. അതിനകത്ത് എന്താണ് ഒരു പ്രഷർ ട്രാൻസ്മിറ്റിംഗ് ഫ്ലൂയിഡ് ഉണ്ട്, അല്ലെങ്കിൽ നോർമലി എന്താണ് വാട്ടർ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, pressurized by the use of high pressure pump which injects additional quantities of fluid. So എന്താണ് നമ്മുടെ ഇതിനകത്ത് ഹൈ പ്രഷർ പമ്പ് ഉണ്ട്, അതെന്താണ് ഇതിനകത്തുള്ള ഫ്ലൂയിഡിന്റെ ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യും. The packages of fluid surrounded by the pressure transmitting fluid and are subjected to a same pressure as exists in the vessel itself. എന്നിട്ട് നമ്മുടെ ഈ പാക്കേജ് ഇപ്പൊ എവിടേക്കാണ് ഇരിക്കുന്നത്? നമ്മുടെ ആ ഒരു പ്രഷർ ട്രാൻസ്മിറ്റിംഗ് ഫ്ലൂയിഡിനകത്തേക്ക് ഇമേഴ്സ് ചെയ്തിട്ടാണ് നമ്മുടെ പാക്കേജിങ് ഇരിക്കുന്നത്. നമ്മൾ സീൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രോപ്പർലി സീൽഡ് ആയിട്ടുള്ള പ്രൊവൈഡ് ചെയ്യാൻ നോക്കുന്നത് എന്തുകൊണ്ടാ? അല്ലെങ്കിൽ നമ്മൾ ഇതിനകത്തേക്ക് ഇമേഴ്സ് ചെയ്യുമ്പോൾ അതിനകത്ത് എന്ത് വരും?
കണ്ടാമിനേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഇമേഴ്സ് ചെയ്ത് വെക്കുക. ആൻഡ് നമ്മുടെ ഹൈ പ്രഷർ പമ്പ് വെച്ചിട്ട് ഇതിനകത്തേക്ക് പ്രഷർ പ്രൊഡ്യൂസ് ചെയ്യാം. ആഫ്റ്റർ ഹോൾഡിംഗ് ദ പ്രോഡക്റ്റ് ഫോർ എ ഡിസൈർഡ് ടൈം ആൻഡ് ദ ടാർഗറ്റ് പ്രഷർ, ദ വെസൽ ഈസ് ഡീകംപ്രസ്ഡ് ബൈ റിലീസിംഗ് ദ പ്രഷർ ട്രാൻസ്മിറ്റിംഗ് ഫ്ലൂയിഡ്. ദെൻ അതിനെ ആ ഒരു നമുക്ക് വേണ്ട ഒരു പ്രഷറിൽ നമ്മൾ ഇതിനെ ഹോൾഡ് ചെയ്യുന്നു ഫോർ എത്ര മിനിറ്റ് ആണ്? 20 മിനിറ്റിലേക്ക് നമ്മൾ ഇതിനെ ഹോൾഡ് ചെയ്യുന്നു. ഹോൾഡ് ചെയ്തിട്ട് അതിനെ ഡീകംപ്രസ് ചെയ്യുന്നു. എങ്ങനെ? അതിനകത്തുള്ള ഫ്ലൂയിഡിനെ റിലീസ് ചെയ്യിച്ചിട്ട്. ഓക്കെ, അപ്രോക്സിമേറ്റ്ലി 5 to 6 cycles or hours are possible, allowing time for the compression, holding, decompression, loading and unloading. So നമ്മുടെ ഈ ഒരു ഹൈ പ്രഷർ പ്രോസസിംഗ് മെത്തേഡ് എന്ന് പറയുന്ന ഒരു 5 to 6 hours പ്രോസസ് ആണ്. അതായത് അതിനെ ആദ്യം നമ്മൾ ചേമ്പറിനകത്തേക്ക് വെക്കുമ്പോൾ തൊട്ട് ആദ്യം കംപ്രസിംഗ് ഉണ്ട്, ദെൻ ഹോൾഡിംഗ് ചെയ്യും, ദെൻ ഡീകംപ്രസിംഗ്, ദെൻ ലോഡിംഗ്, പിന്നെ അൺലോഡിംഗ്. സോ ഇത്രയും പ്രോസസ് അല്ലെങ്കിൽ ഇത്രയും സ്റ്റെപ്സ് അതിനകത്ത് നടക്കണം. സോ ഇത്രയും സ്റ്റെപ്സ് നടന്നു വരുന്നത് എത്രയാണ്? ഒരു 5 to 6 hours വരെ എടുക്കും. Okay, and after the pressure treatment, the processed product is removed from the vessel and stored distributed in a conventional manner. So ഈ ഒരു പ്രഷർ ട്രീറ്റ്മെന്റ് നിന്ന് റിലീസ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു പ്രോഡക്റ്റിനെ എടുത്തിട്ട് ഒന്നുകിൽ സ്റ്റോർ ചെയ്യും, അല്ലെങ്കിൽ കൺവെൻഷണൽ മാനറിൽ അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും മാർക്കറ്റിലേക്ക്. ഓക്കെ, ഇതാണ് നമ്മുടെ ഹൈ പ്രഷർ പ്രോസസിംഗ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ അൺപ്രോസസ്ഡ് ആയിട്ടുള്ള ബാച്ച്, അതായത് നമ്മുടെ സാമ്പിള്. ഈ സാമ്പിളിനെ നമ്മുടെ ആ ഒരു ഹൈ പ്രഷർ ചേമ്പറിനകത്തേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നു. ദെൻ അതിനകത്തേക്ക് വാട്ടറിനെ ഫില്ല് ചെയ്യുന്നു. ദെൻ ഹൈ പ്രഷർ പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ ഹൈ പ്രഷർ കഴിഞ്ഞിട്ട് അതിനകത്തുനിന്ന് വാട്ടറിനെ റിലീസ് ചെയ്തിട്ട് നമ്മൾ ആ പ്രോസസ്ഡ് ബാച്ചിനെ അല്ലെങ്കിൽ പ്രോസസ്ഡ് പ്രോഡക്റ്റിനെ റിലീസ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ ഹൈ പ്രഷർ പ്രോസസ്സിംഗിനകത്ത് നടക്കുന്ന ഒരു മെക്കാനിസം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ പറയുന്നത് ഏതൊക്കെ ഫുഡ് പ്രൊഡക്ട്സിനെയാണ് നമ്മൾ ഈ HPP മെത്തേഡിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്? ഏതൊക്കെ ഫുഡ് പ്രൊഡക്ട്സിനെയാണ് നമ്മൾ HPP മെത്തേഡ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നത്? ലോ മീഡിയം മോയ്സ്ചർ ആയിട്ടുള്ള അല്ലെങ്കിൽ സെമി സോളിഡ് അല്ലെങ്കിൽ സോളിഡ് ഫുഡ്സ്, വാക്യൂം പാക്ഡ് ആയിട്ടുള്ള ഫുഡ്സ്, ഇതുപോലെയുള്ള ഫുഡ് മെറ്റീരിയൽസിനെയാണ് നമ്മൾ ഇതിന് സ്യൂട്ടബിൾ ആയിട്ട് പറയുന്നത്. ലൈക്ക് അല്ലെങ്കിൽ ഡ്രൈ അല്ലെങ്കിൽ ക്യൂർഡ് ആയിട്ടുള്ള കുക്ക്ഡ് മീറ്റ് പ്രൊഡക്ട്സ്, ചീസ്, ഫിഷ്, സീ ഫുഡ്സ്, മാരിനേറ്റഡ് പ്രൊഡക്ട്സ്, റെഡി ടു ഈറ്റ് മീൽസ്, സോസസ്, ഇതൊക്കെ ഹൈ പ്രഷർ പ്രോസസിംഗ് ചെയ്യാൻ വേണ്ടി സ്യൂട്ടബിൾ ആണ്. അതുപോലെ തന്നെ ഹൈ മോയ്സ്ചർ സോളിഡ് ഫുഡ്സ് ലൈക്ക് ഫ്രൂട്ട്സ്, മാർമലേഡ്സ്, വെജിറ്റബിൾസ്, പിന്നെന്താ ഡയറി പ്രൊഡക്ട്സ്, ഫ്രൂട്ട് ജ്യൂസസ്, ബയോആക്റ്റീവ് ബിവറേജസ്, ഇതിനെ എല്ലാത്തിനും നമുക്ക് ഹൈ പ്രഷർ പ്രോസസിംഗ് മെത്തേഡ് വഴി ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ പറയുന്നത് ഈ ഒരു മെത്തേഡ് വഴി നമ്മുടെ ഫുഡിനകത്ത് എന്തൊക്കെ ചേഞ്ച് വരുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മള് ഹീറ്റ് ട്രീറ്റ്മെന്റ് മെത്തേഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ലോ ടെമ്പറേച്ചർ മെത്തേഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ ചേഞ്ച് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഈ ഒരു ഹൈ പ്രഷർ നമ്മൾ പ്രഷറാണ് അപ്ലൈ ചെയ്യുന്നത്, അപ്പൊ ഇതിനകത്ത് എന്തൊക്കെ ചേഞ്ച് വരുന്നുണ്ട്. ഇപ്പം എഫക്ട്സ് ഓൺ ഫുഡ് കളേഴ്സ് ആൻഡ് ഫ്ലേവർ. ഫുഡ് കളറിന്റെയും ഫ്ലേവറിന്റെയും കേസിൽ ഈ ഫ്രഷ് അല്ലെങ്കിൽ മാരിനേറ്റഡ് മീറ്റ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ HPPയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിൽ, അയൺ ഇൻ ദ മയോഗ്ലോബിൻ ചേഞ്ചസ് ഫ്രം ഫെറസ് ടു ഫെറിക് ആൻഡ് ഗ്ലോബിൻ ഈസ് ഡീനേച്ചർഡ്, ദ റെഡ് കളർ ഈസ് ലോസ്റ്റ്. സോ ഫ്രഷ് അല്ലെങ്കിൽ മാരിനേറ്റഡ് മീറ്റിന്റെ കേസിലാണെങ്കിൽ അയൺ നമ്മുടെ മയോഗ്ലോബിനകത്ത് അല്ലെങ്കിൽ മീറ്റിന് ആ റെഡ് കളർ പ്രൊവൈഡ് ചെയ്യുന്നതാണ് മയോഗ്ലോബിൻ. അതിനകത്തെ അയൺ കണ്ടന്റ് ഫെറസിൽ നിന്ന് ഫെറിക്കിലേക്ക് കൺവേർട്ട് ആവും. ആൻഡ് അതിനകത്തെ ഗ്ലോബിൻ കണ്ടന്റ് അല്ലെങ്കിൽ അതിനകത്തെ പ്രോട്ടീൻ കണ്ടന്റ് ഡീനേച്ചേർഡ് ആവും. സോ അതുകൊണ്ട് തന്നെ ആ മീറ്റിന്റെ റെഡ് കളർ ലോസ് ആവും. ഓക്കെ, ദെൻ കുക്ക്ഡ് മീറ്റ് കളർ, മീറ്റ് ഈസ് ലാർജ്ലി അൺഅഫക്റ്റഡ്. കുക്ക്ഡ് മീറ്റിന്റെ കളർ ഒക്കെ അധികം അഫക്ട് ചെയ്യില്ല. ആൻഡ് കുക്ക്ഡ് മീൽസിന്റെ കളേഴ്സിനും അല്ലെങ്കിൽ പ്രോപ്പർട്ടീസിനെ ഇത് അഫക്ട് ചെയ്യില്ല. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിന്റെ കേസിൽ സ്ലൈറ്റ് മോഡിഫിക്കേഷൻ വരും, അതിന്റെ ടെക്സ്ചറിലും കളറിലും ഒക്കെ സ്ലൈറ്റ് മോഡിഫിക്കേഷൻ വരും. ഫ്രൂട്ട് ജ്യൂസസിന്റെ കേസിലും കളറിൽ ചെറിയ മോഡിഫിക്കേഷൻസ് വരും, പക്ഷെ അധികം അതിനെ അങ്ങോട്ട് അഫക്ട് ചെയ്യില്ല. ആൻഡ് ഫ്ലേവേഴ്സിനെയും അഫക്ട് ചെയ്യില്ല. ദെൻ എഫക്ട്സ് ഓൺ ഫുഡ് ടെക്സ്ചറിന്റെ കേസ് എന്താണെന്ന് വെച്ചാൽ slight softening in foods with cell wall structure. So cell wall structure നെ ആൾട്ടർ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഫുഡിന്റെ ആ ഒരു സോഫ്റ്റനിങ് പ്രോപ്പർട്ടിയിൽ ചെറുതായിട്ട് ഇതൊന്ന് സോഫ്റ്റ് ആവും. ദെൻ ഫാറ്റ്സ് ആൻഡ് ലിപ്പിഡ്സിന്റെ കേസിൽ ക്രിസ്റ്റലൈസേഷൻ പ്രോസസ് നടക്കും. ഓക്കെ, ഫാറ്റ്സ് ആൻഡ് ലിപ്പിഡ്സിന്റെ കേസിൽ നടക്കും? ക്രിസ്റ്റലൈസേഷൻ പ്രോസസ് വീണ്ടും നടക്കും അതിനകത്ത്. ദെൻ പ്രോട്ടീൻസ് ആൻഡ് എൻസൈംസിന്റെ കേസിൽ ഇൻഹിബിഷൻ ഓർ സ്റ്റിമുലേഷൻ ഓഫ് ദ എൻസൈമിക് ആക്ടിവിറ്റി. സോ എൻസൈമാറ്റിക് ആക്ടിവിറ്റി ഒന്നുകിൽ ഇൻഹിബിറ്റ് ചെയ്യും അല്ലെങ്കിൽ അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അത് ഏത് ടൈപ്പ് ഓഫ് കണ്ടീഷൻ ആണ് അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ഫുഡ് പ്രോഡക്റ്റ് ആണ് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. Then proteins are partially denatured in products
where proteins have not been previously modified by other processes such as heating, drying and fermentation. So ഇതിനകത്ത് നമ്മൾ ഈ HPP മെത്തേഡിനകത്ത് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ പ്രോട്ടീൻസ് ഒക്കെ എന്താണ് പാർഷ്യലി ഡീനേച്ചേർഡ് ആവും. ഓക്കെ, ഇപ്പം പ്രീവിയസ് ഏതെങ്കിലും മെത്തേഡ് ഹീറ്റിംഗ്, ഡ്രൈയിങ്, ഫെർമെന്റേഷൻ മെത്തേഡ്സ് എന്തെങ്കിലും വെച്ചിട്ട് മോഡിഫൈ ആയിട്ടുണ്ടെങ്കിൽ പോലും എന്താണ് നമ്മൾ HPP മെത്തേഡ് ചെയ്യുമ്പോൾ എന്താണ് പ്രോട്ടീൻസ് ഡീനേച്ചേർഡ് ആവും. ദെൻ പ്രഷർ അഫക്ട്സ് ഹൈഡ്രോഫോബിക് ബോൺസ് ആൻഡ് ഇലക്ട്രോസ്റ്റാറ്റിക് ഇന്ററാക്ഷൻസ്. നമ്മൾ നല്ല രീതിയിൽ അല്ലെങ്കിൽ ഹൈ ഇന്റൻസിറ്റി പ്രഷർ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിനകത്തുള്ള ബോൺസ്, ഹൈഡ്രോഫോബിക് ബോൺസ് അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഇന്ററാക്ഷൻസിനെയൊക്കെ എന്താണ് ബ്രേക്ക് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ അഫക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. Okay, and pressure denaturation is complex. At pressures greater than 200 Pascal, denaturation usually irreversible. And എല്ലാ കേസിലും എന്താണ് പ്രഷർ ഡീനേച്ചറേഷൻ നടക്കില്ല. ഒരു 200 പാസ്കലിനേക്കാൾ കൂടുതൽ ചെയ്യാന്നുണ്ടെങ്കിൽ എന്താണ് ഈ ഡീനേച്ചറേഷൻ പ്രോസസ്സും എന്തായിരിക്കും ഇറവേഴ്സിബിൾ ആയിരിക്കും. അതായത് വൺസ് ഡീനേച്ചേർഡ് ആയാൽ നമുക്ക് എന്താണ് അതിനെ ഒരിക്കലും തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. ഓക്കെ, ഇനി ഏതൊക്കെ മെറ്റീരിയൽസിനെയാണ് നമ്മൾ HPP മെത്തേഡിന് വേണ്ടി യൂസ് ചെയ്യുന്നത്? പ്ലാസ്റ്റിക് ലാമിനേറ്റഡ് മെറ്റീരിയൽസിനെ യൂസ് ചെയ്യാം, നൈലോൺ അല്ലെങ്കിൽ ഇഥൈൽ വിനൈൽ ആൽക്കഹോൾ യൂസ് ചെയ്യാം, നൈലോൺ അല്ലെങ്കിൽ നൈലോൺ അലൂമിനിയം ഓക്സൈഡ്, പെറ്റ് ബോട്ടിൽസ്, അലൂമിനിയം ഫോയിൽ ലാമിനേറ്റഡ് പൗച്ചസ്, പിന്നെ നൈലോൺ, ഡെപ്പോസിറ്റഡ് കോട്ടിങ്സ് ഓഫ് സിലിക്കൺ ഓക്സൈഡ്, ബ്ലെൻഡേഴ്സ് ഓഫ് പോളിമേഴ്സ്, നാനോ കോമ്പോസിറ്റ് മെറ്റീരിയൽസ്, ഇതിനെയൊക്കെ എന്താണ് നമുക്ക് HPP പാക്കേജിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, HPP എന്ന് പറയുന്നത് എന്താണ് ഒരു കൺസ്യൂമർ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള സയന്റിഫിക് റെക്കഗ്നൈസ്ഡ് മെത്തേഡ് ആണ് ടു അച്ചീവ് ഹയർ ക്വാളിറ്റി ഇൻ സർട്ടൻ ഫുഡ്സ്. സർട്ടൻ ഫുഡ്സിന്റെ ഒക്കെ കേസിൽ ക്വാളിറ്റി അച്ചീവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് കൺസ്യൂമേഴ്സ് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മെത്തേഡ് ആണ് എന്ത് ഹൈ പ്രഷർ പ്രോസസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ ദ പ്രോസസിംഗ് മെത്തേഡ് ദ പ്രഷർ ട്രാൻസ്മിഷൻ ഈസ് ഇൻസ്റ്റന്റേനിയസ്, uniform, short processing time, assured served in whole pack suitable for solid and liquids. So solid foodsലും liquid foodsലും ഒരേപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് ആണ് എന്ത് നമ്മുടെ HPP മെത്തേഡ് എന്ന് പറയുന്നത്. ആൻഡ് ഇതിനകത്ത് എന്താണ് നമ്മൾ പ്രഷർ യൂണിഫോം ആയിട്ട് എന്താണ് ആ ഒരു പ്രോഡക്റ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ആൻഡ് ഷോർട്ട് പ്രോസസിംഗ് ടൈമിൽ. ഓക്കെ, ആൻഡ് ക്വാളിറ്റി എന്താണ് അതിന്റെ ഫ്ലേവറും ന്യൂട്രീഷനും ഒക്കെ റിട്ടൈൻ ചെയ്യും. ആൻഡ് ആകെ പറയുന്നത് എന്താണ് സർട്ടീൻ കേസസ് അതിനകത്തുള്ള പ്രോട്ടീൻ കണ്ട് എന്താകാം ഡിനേച്ചേർഡ് ആകാം എന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ആൻഡ് ദിസ് പ്രോസസ് ഈസ് എൻവയോൺമെന്റലി സേഫ് ആൻഡ് നോ പ്രോസസ് ബൈ ഹസാർഡ്സ് ഓർ നോ എമിഷൻസ്. സോ എന്താ ബൈ പ്രോഡക്ട്സ് ഒന്നും ഉണ്ടാവില്ല, ഹസാർഡ്സ് ഒന്നും ഉണ്ടാവില്ല, പിന്നെ എന്താണ് നമുക്ക് എൻവയോൺമെന്റലി സേഫ് ആയിട്ടുള്ള മെത്തേഡ് ആണ്. And package design, geometry and format should be tailored for HPP. Packaging films and laminate structure generally survive HPP well, but MAP and HPP at high temperatures can cause delamination and defects. So എന്താണ് നമ്മൾ നല്ല പ്രഷറിലേക്ക് ചെയ്യുമ്പോൾ ചില കേസസിൽ ചില പാക്കേജിംഗ് മെറ്റീരിയൽസിന്റെ കേസിൽ മാത്രം എന്താണ് ഇത് നെഗറ്റീവ് ആയിട്ട് ആക്ട് ചെയ്യും. അല്ലാത്ത കേസിൽ മോസ്റ്റ് പ്രോബബ്ലി അല്ലെങ്കിൽ മോസ്റ്റ് പ്രിഫറബിളി ആയിട്ടുള്ള മെത്തേഡ് ആണ് എന്ത് നമ്മുടെ HPP മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത ഒരു പ്രോസസ് ആണ് എന്ത് പൾസ് ഇലക്ട്രിക് ഫീൽഡ് അഥവാ PEF എന്ന് നമ്മൾ പറയും. ഓക്കെ, പൾസ് ഇലക്ട്രിക് ഫീൽഡ്. Pulse electric field എന്ന് വെച്ചാൽ is a technology is a non-thermal method of food processing that uses short high voltage electric pulse to inactivate microorganisms and enhance other food processing steps. So pulse electric field എന്താന്ന് വെച്ചാൽ ഇതെന്താണ് ഒരു നോൺ തെർമൽ മെത്തേഡ് ഓഫ് ഫുഡ് പ്രിസർവേഷൻ ആണ്. ആൻഡ് ഇതിനകത്ത് നമ്മൾ എന്താ ചെയ്യുന്നത് ഷോർട്ട് ആയിട്ടുള്ള ഹൈ വോൾട്ടേജ് ഇലക്ട്രിക് പൾസസിനെയാണ് എന്ത് നമ്മൾ മൈക്രോ ഓർഗാനിസത്തിനെ അല്ലെങ്കിൽ എൻസൈംസിനെ ഒക്കെ ഇനാക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. എന്തിനെയാണ് ഷോർട്ട് ആയിട്ടുള്ള ഹൈ വോൾട്ടേജ് ഇലക്ട്രിക് പൾസസിനെയാണ് എന്ത് നമ്മൾ ഇതിനകത്ത് മൈക്രോ ഓർഗാനിസത്തിനെയൊക്കെ ഇനാക്ടിവേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. Okay, and this method can be applied to a wide range of food products, including liquids like milk and juice, as well as solid foods like meat and vegetables. And ഈ ഒരു പ്രോഡക്റ്റ് എന്താണ് അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് എന്താണ് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ കൈൻഡ് ഓഫ് ഫുഡ് പ്രൊഡക്ട്സിനകത്തും യൂസ് ചെയ്യാൻ പറ്റും. ലൈക്ക് എന്താണ് ലിക്വിഡ് പ്രൊഡക്ട്സിനകത്തും സോളിഡ് ഫുഡ്സിനകത്തും ലൈക്ക് മിൽക്ക്, ജ്യൂസ്, മീറ്റ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് എല്ലാത്തിന്റെ കേസിലും ഒരേപോലെ എന്താണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് പൾസ് ഇലക്ട്രിക് ഫീൽഡ് ഓഫേഴ്സ് അഡ്വാൻറ്റേജസ് such as minimal impact on food quality, energy efficiency, and the ability to be used as a pre-treatment for various food processing steps. And ഈ ഒരു മെത്തേഡ് വഴി എന്താണ് നമ്മൾ HPPയിൽ പറഞ്ഞ പോലെ തന്നെ അധികം എന്താ എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല ഫുഡിന്റെ ക്വാളിറ്റിയിൽ, മിനിമം ഇമ്പാക്ട് മാത്രമേ ഉണ്ടാവൂ. ആൻഡ് നല്ല എനർജി എഫിഷ്യന്റ് ആയിട്ടുള്ള മെത്തേഡ് ആണ്. ആൻഡ് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു മെത്തേഡ് ചില പ്രോസസിംഗിന്റെ ഒക്കെ പ്രീ ട്രീറ്റ്മെന്റ് മെത്തേഡ്സ് ആയിട്ട് എന്താണ് ഈ ഒരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, then
ഇതിന്റെ വർക്കിംഗ് അല്ലെങ്കിൽ ഇതിനെ എങ്ങനെയാണ് എന്ത് മൈക്രോ ഓർഗാനിസത്തിനെ ഇനാക്ടിവേറ്റ് ചെയ്യുന്നത്? ഒന്ന് എന്താന്ന് വെച്ചാൽ pulse electric field creates temporary pores in cell membrane and the process called electroporation which allows for the entry and exit of substances. ഒന്ന് ഇലക്ട്രോപൊറേഷൻ വഴി, അതായത് നമ്മുടെ എന്താണ് സെൽ മെംബ്രെയിന്റെ ഇപ്പൊ മൈക്രോബിയൽ ഇനാക്ടിവേഷന്റെ കേസ് ആണെങ്കിൽ പോലും സെൽ മെംബ്രെയിന്റെ സർഫസിൽ ഇത് എന്താണ് പോസ് ക്രിയേറ്റ് ചെയ്യും. ആ പോസ് ക്രിയേറ്റ് ചെയ്യുന്ന വഴി എന്താണ് അതിനകത്തുള്ള സബ്സ്റ്റൻസ് ഒക്കെ അതുവഴി യൂസ് ഔട്ട് ചെയ്യും, അതിന്റെ ഡിസ്ട്രക്ഷൻ നടക്കും. ഓക്കെ, ആ ഒരു മെത്തേഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രോപൊറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഈ ഒരു പൾസ് ഇലക്ട്രിക് ഫീൽഡ് ഏത് മെക്കാനിസം വഴിയാണ് വർക്ക് ചെയ്യുന്നത്? ഇലക്ട്രോപൊറേഷൻ മെത്തേഡ് വഴിയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. രണ്ടാമത്തേത് എന്താണ്? മൈക്രോബിയൽ ഇനാക്ടിവേഷൻ. അതായത് ബൈ ഡാമേജിങ് സെൽ മെംബ്രെയിൻ pulse electric field disrupts the function of microorganisms leading to their inactivation. ഈ ഒരു ഇലക്ട്രോപൊറേഷൻ മെത്തേഡ് വഴി അല്ലെങ്കിൽ അതിന്റെ ആ ഒരു സെൽ മെംബ്രെയിനകത്ത് ബേസ്റ്റിംഗ് ഉണ്ടാക്കുന്നത് വഴി എന്താണ് ആ സെൽ മെംബ്രെയിനെ അത് ഡാമേജ് ചെയ്യും. അതുവഴി എന്താണ് മൈക്രോ ഓർഗാനിസത്തിന്റെ ഫംഗ്ഷൻ ഡിസ്ട്രപ്റ്റ് ചെയ്യും, അവർ ഇനാക്ടിവേറ്റ് ആകും. ഓക്കെ, then അടുത്തത് enhanced mass transfer. So pulse electric field can also improve mass transfer, making it useful for extraction, drying and other processing steps. So mass transfer ന് വേണ്ടി അല്ലെങ്കിൽ മാസിന്റെ റിഡക്ഷൻ ഒക്കെ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എൻഹാൻസ്മെന്റിന് വേണ്ടിയിട്ടോ നമുക്ക് ഏത് മെത്തേഡ് യൂസ് ചെയ്യാം? പൾസ് ഇലക്ട്രിക് ഫീൽഡ് യൂസ് ചെയ്യാം. ഒന്നുകിൽ എക്സ്ട്രാക്ഷൻ മെത്തേഡ് അല്ലെങ്കിൽ ഡ്രൈയിങ് മെത്തേഡ് അല്ലെങ്കിൽ മറ്റ് പ്രോസസ് സ്റ്റെപ്സ്, ഇതിനകത്തൊക്കെ എന്താണ് നമുക്ക് ഈ ഒരു പൾസ് ഇലക്ട്രിക് ഫീൽഡ് മെത്തേഡ് യൂസ് ചെയ്യാം. ഓക്കെ, ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ pulse electric processing applies high voltage pulses like എത്രയാണ് 20 to 80 kilovolt per centimeter pulses with a duration of milliseconds to microseconds to treat liquid foods placed between two electrodes. രണ്ട് ഇലക്ട്രോഡ്സിന്റെ ഇടയിൽ വെച്ചിരിക്കുന്ന നമ്മുടെ പ്രോഡക്റ്റ്, ആ പ്രോഡക്റ്റിനകത്തേക്ക് 20 to 80 kilovolt per centimeter ഉള്ള ഹൈ വോൾട്ടേജ് ആയിട്ടുള്ള ഇലക്ട്രിക് പൾസസ് എന്താണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ഫോർ എത്ര സെക്കൻഡ്സിലേക്ക്? ഒന്നുകിൽ മില്ലി സെക്കൻഡ്സിലേക്ക് അല്ലെങ്കിൽ മൈക്രോ സെക്കൻഡ്സിലേക്ക്. ഓക്കെ, നമ്മൾ അതിനെ കൊടുക്കുന്നു. ഫോർ സോളിഡ് ഫുഡ്സ് 1 to 8 kilovolt per centimeter is used due to large gap in the treatment chamber and the power limit of the pulse generator. And solid foods ന്റെ കേസിൽ നമ്മൾ കൊടുക്കുന്ന എന്താണ് 1 to 8 kilovolt per centimeter മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. കാരണം ആ ട്രീറ്റ്മെന്റ് ചേമ്പറിനകത്തുള്ള ലാർജ് ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് തന്നെ അതിനകത്ത് എന്താണ് നമ്മൾ 1 to 8 kilovolt per centimeter ആയിട്ടുള്ള പൾസ് ആണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വോൾട്ടേജ് പൾസസ് ആണ് യൂസ് ചെയ്യുന്നത്. ലിക്വിഡ് ഫുഡ്സിന്റെ കേസിൽ എത്രയാണ് 20 to 80 kilovolt per centimeter ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. The electric field may be applied as exponentially decaying, square waving, bipolar or oscillatory pulses at ambient, sub-ambient or slightly above ambient temperatures. So നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇലക്ട്രിക് പൾസസ് എന്ന് പറയുന്നത് എന്താണ്? ഡിക്കേയിങ് പ്രോപ്പർട്ടി ഉള്ള, ബൈപോളർ അല്ലെങ്കിൽ ഓക്സിലേറ്ററി ആയിട്ടുള്ള അല്ലെങ്കിൽ ബൊംബാർഡ്മെന്റ് അല്ലെങ്കിൽ കൊളീഷൻസിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള കൈൻഡ് ഓഫ് പൾസ് ഇലക്ട്രിക് ഫീൽഡ്സിനെയാണ് എന്ത് ഹൈ വോൾട്ടേജ് പൾസസിനെയാണ് എന്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് ഒന്നുകിൽ കുറഞ്ഞ ടെമ്പറേച്ചറിൽ അല്ലെങ്കിൽ കൂടിയ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ആംബിയൻ ടെമ്പറേച്ചറിൽ നമുക്ക് എന്താണ് ഇതിനെ യൂസ് ചെയ്യാൻ പറ്റും. The pulses are applied at high repetition rate and so that the entire volume of the food sample can be treated. സോ ഇതിനെന്താണ് റെപ്പിറ്റേഷൻ റേറ്റ് ഭയങ്കര കൂടുതലാണ്. ദാറ്റ് ഈസ് 3000 പൾസസ് പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ 3000 പൾസസ് ആണ് റിലീസ് ചെയ്യുന്നത്. സോ ഇതെന്താണ് വീണ്ടും 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 ഇതിനകത്ത് കൊളീഷൻ നടക്കും അല്ലെങ്കിൽ ബൊംബാർഡ്മെന്റ് നടക്കും. അതുവഴി എന്താണ് വളരെ പെട്ടെന്ന് തന്നെ, അതുകൊണ്ടാണ് നമ്മൾ മില്ലി സെക്കൻഡ്സ് അല്ലെങ്കിൽ മൈക്രോ സെക്കൻഡ്സ് മാത്രമേ ഇതിനെ യൂസ് ചെയ്യൂ എന്ന് പറഞ്ഞത്. ദാറ്റ് ഇതിനെ നമ്മൾ കൊടുക്കുന്ന ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അപ്പം അത്രമാത്രം പെർ സെക്കൻഡിൽ 30,000 പൾസസ് ആണ് റിലീസ് ആവുന്നത്. അവരുടെ ബൊംബാർഡ്മെന്റ് വഴി എന്താണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ പ്രോഡക്റ്റിനെ അല്ലെങ്കിൽ അതിനകത്തൊന്ന് മൈക്രോ ഓർഗാനിസം ഇനാക്ടിവേറ്റ് ചെയ്ത് കിട്ടും. ഓക്കെ, ദെൻ പറയുന്നത് ഇതിന്റെ ആപ്ലിക്കേഷൻ, അതായത് പൾസ് ഇലക്ട്രിക് ഫീൽഡിന്റെ ആപ്ലിക്കേഷൻ. Pulse electric field can be used to preserve food by inactivating microorganisms, extending shelf life and minimizing the need for high temperature. So pulse electric field എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? ഫുഡിന്റെ പ്രിസർവേഷൻ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എങ്ങനെ? മൈക്രോ ഓർഗാനിസത്തിന്റെ ഇനാക്ടിവേഷൻ വഴി ആ ഫുഡിന്റെ ഷെൽഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യിക്കാം. അതുവഴി എന്താ നമുക്ക് ഹൈ ടെമ്പറേച്ചർ വെച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് എന്താണ് നമുക്ക് മിനിമൈസ് ചെയ്യിക്കാൻ പറ്റും. Juice extraction, that is pulse electric field can be used to enhance juice extraction from fruits and vegetables. ഫ്രൂട്ട്സിൽ നിന്നും വെജിറ്റബിൾസിൽ നിന്നൊക്കെ എന്താണ് ജ്യൂസിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. Then solid food processing, and the pulse electric field can be used as a pre-treatment for various solid food processing such as peeling, cooking and drying. So peeling method, cooking method, drying method ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് ഇതിനകത്തുള്ള മൈക്രോ ഓർഗാനിസത്തിന്റെ ഇനാക്ടിവേഷന് വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ഒരു പ്രീ പ്രോസസിംഗ് ട്രീറ്റ്മെന്റ് എന്ന രീതിക്ക് എന്തിനെ യൂസ് ചെയ്യാം? പൾസ് ഇലക്ട്രിക് ഫീൽഡ് മെത്തേഡിനെ യൂസ് ചെയ്യാം. അടുത്ത പറയുന്നതാണ് മീറ്റ് പ്രോസസിംഗ്.
പൾസിലേറ്ററി ഫീൽഡ് ക്യാൻ ബി യൂസ് ടു ഇൻക്രീസ് മീറ്റ് ടെൻഡർനെസ് ആൻഡ് ജ്യൂസിനെസ്. മീറ്റിന്റെ ടെൻഡർനെസ് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു സോഫ്റ്റ്നെസ് ഇംപ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന്റെ ജ്യൂസിനെസ് ഇംപ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏത് മെത്തേഡ് യൂസ് ചെയ്യാം? പൾസിലേറ്ററി ഫീൽഡ് എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് രണ്ടാമത്തെ മെത്തേഡ്. ആദ്യത്തെ മെത്തേഡ് എന്തായിരുന്നു? ഹൈ പ്രഷർ പ്രോസസിങ്. രണ്ടാമത്തെ എന്തായിരുന്നു? പൾസിലേറ്ററി ഫീൽഡ്. ഇത് രണ്ടും എന്താണ്? നോൺ തെർമൽ മെത്തേഡ്സ് ആണ്. അത് കഴിഞ്ഞ് പറയുന്ന അടുത്ത ഒരു നോൺ തെർമൽ മെത്തേഡ് ഓഫ് ഫുഡ് പ്രിസർവേഷൻ ആണ് എന്ത്? കോൾഡ് പ്ലാസ്മ ടെക്നോളജി എന്ന് പറയുന്നത്. ഓക്കെ, okay. So cold plasma is a novel non-thermal food processing technology. Cold plasma എന്ന് പറയുന്നത് എന്താണ്? നമ്മളിപ്പം റീസെന്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു നോൺ തെർമൽ ഫുഡ് പ്രോസസിംഗ് മെത്തേഡ് ആണ് എന്ത്? കോൾഡ് പ്ലാസ്മ എന്ന് പറയുന്നത്. It uses electricity and a carrier gas such as air, oxygen, nitrogen or helium. ഇതെന്താണ്? ഒരു കാരിയർ ഗ്യാസ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ടോ എന്താണ് നമ്മൾ ഫുഡിനെ പ്രിസർവ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രോസസ് ചെയ്യുന്ന മെത്തേഡ് ആണ് എന്ത്? കോൾഡ് പ്ലാസ്മ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കാരിയർ ഗ്യാസസ് ഏതൊക്കെയാണ്? എയർ, ഓക്സിജൻ, നൈട്രോജൻ, ഹീലിയം. ഇതൊക്കെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന കാരിയർ ഗ്യാസസ് എന്ന് പറയുന്നത്. Energetic and reactive gases results in the inactivation of contaminating microorganisms. So energetic and highly reactive ആയിട്ടുള്ള ഗ്യാസസ് യൂസ് ചെയ്യുന്നത് വഴി നമ്മുടെ ഇതിനകത്തുള്ള മൈക്രോ ഓർഗാനിസം നമുക്ക് കണ്ടാമിനേറ്റ് ചെയ്യാൻ പറ്റും. കണ്ടാമിനേഷൻ കോസ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസത്തിനെ ഇനാക്ടിവേറ്റ് ചെയ്യിക്കാൻ പറ്റും. ഓക്കെ, and this process is applied in meat, poultry, fruits and vegetables. മീറ്റില്, പോൾട്രിയില്, ഫ്രൂട്ട്സില്, വെജിറ്റബിൾസിലൊക്കെയാണ് എന്ത്? നമ്മുടെ ഈ ഒരു കോൾഡ് പ്ലാസ്മ ടെക്നോളജി നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, so plasma can be explained as the fourth state of matter after solid, liquid and gases. So സോളിഡിനും ലിക്വിഡിനും ഗ്യാസിനും ശേഷം ഉണ്ടാവുന്ന ഒരു ഫോർത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്ററിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്ലാസ്മ എന്ന് പറയുന്നത്. ഓക്കെ, when a material is subjected to continuous energy, its state changes from solid to liquid and further to gas. നമ്മൾ ഒരു പ്രോഡക്റ്റിനെ നല്ല എനർജിയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ, കണ്ടിന്യൂസ് ആയിട്ട് അതിനകത്തേക്ക് എനർജി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഹീറ്റ് എനർജി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ? ആദ്യം സോൾഡ് ആയിട്ടിരിക്കുന്നത് ലിക്വിഡ് ആവും, പിന്നീട് ലിക്വിഡിൽ നിന്ന് ഗ്യാസ് ആവും. When the gas is subjected to further energy, the gas gets ionized and forms free electrons and ions breaking away from their orbitals. Then ഈ ഗ്യാസിലേക്ക് നമ്മൾ വീണ്ടും എനർജി പ്രൊവൈഡ് ചെയ്യാന്നുണ്ടെങ്കിൽ അതെന്തായിട്ട് മാറും? ഗ്യാസ് അയണൈസ്ഡ് ആവും. എന്നിട്ട് അതിനകത്ത് എന്താണ്? ഫ്രീ ഇലക്ട്രോൺസ് ഫോം ചെയ്യും. ആൻഡ് അയോൺസ് ബ്രേക്കിംഗ് അവേ ഫ്രം ദിയർ ഓർബിറ്റൽസ്. ദാറ്റ് അതിന്റെ ഔട്ടർ ഓർബിറ്റലിൽ നിന്ന് ഇലക്ട്രോൺസ് റിലീസ് ചെയ്തിട്ട് അത് എന്തായിട്ട് മാറും? അയോൺസ് ആയിട്ട് മാറും. Okay, this resultant state called plasma and has very high temperature and often needs vacuum. So ആ ഒരു റിസൾട്ടിംഗ് ഫോം അല്ലെങ്കിൽ ആ ഒരു അയോൺ ഫോമിനെ നമ്മൾ പറയുന്നതാണ് എന്ത്? പ്ലാസ്മ എന്ന് പറയുന്നത്. ആൻഡ് അതിനെന്താണ്? ടെമ്പറേച്ചർ വളരെ കൂടുതലായിരിക്കും. ആൻഡ് ഓപ്പൺലി അതിന് വാക്യൂം കണ്ടീഷനും റിക്വയർഡ് ആണ്. The sun lightning during rain are some examples of natural plasmas. ഒന്നുകിൽ സൺ റേഡിയേഷൻസ് അല്ലെങ്കിൽ ലൈറ്റ്നിങ്, ഈ മഴ സമയത്ത് ഉണ്ടാവുന്ന ലൈറ്റ്നിങ്, ഇതൊക്കെ പ്ലാസ്മയുടെ എക്സാമ്പിൾസ് ആണ്. There are two types of plasmas, that is thermal and non-thermal or cold atmospheric plasma. രണ്ട് രീതിയിലുള്ള പ്ലാസ്മാസ് അവൈലബിൾ ആണ്. ഒന്നുകിൽ തെർമൽ ആൻഡ് നോൺ തെർമൽ, അല്ലെങ്കിൽ നോൺ തെർമലിനെ നമ്മൾ എന്തോടെ പറയും? കോൾഡ് അറ്റ്മോസ്ഫിയറിക് പ്ലാസ്മ എന്നും പറയും. ഓക്കെ, cold plasma is generated when the gas is partially ionized at atmospheric pressure or low level vacuum. ഈ കോൾഡ് പ്ലാസ്മ അല്ലെങ്കിൽ നോൺ തെർമൽ പ്ലാസ്മ എപ്പോഴാണ് വരുന്നതെന്ന് വെച്ചാൽ, ഗ്യാസിനെ നമ്മൾ അറ്റ്മോസ്ഫിയർ പ്രഷറിൽ അല്ലെങ്കിൽ ലോ ലെവൽ വാക്യൂമില് പാർഷ്യലി അയണൈസ് ചെയ്യുമ്പോഴാണ് എന്ത് വരുന്നത്? കോൾഡ് പ്ലാസ്മ ജനറേറ്റ് ആവുന്നത്. ഓക്കെ, സോ ഇതാണ് പ്ലാസ്മ എന്ന് പറയുന്നത്. Then the cold plasma technology was first invented by Sir William Crookes in the year of 1879. So 1879 വില്യം ക്രോക്സ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഏത് മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത? കോൾഡ് പ്ലാസ്മ ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആൻഡ് കോൾഡ് അറ്റ്മോസ്ഫിയറിക് പ്ലാസ്മ, that is CAP, is generated at 30 to 60 degrees Celsius under atmospheric or reduced pressure, requires less power, exhibits electron temperature much higher than the corresponding gas, and does not present a local thermodynamic equilibrium. സോ ഈ ഒരു കോൾഡ് അറ്റ്മോസ്ഫിയറിക് പ്ലാസ്മ എന്ന് പറയുന്നത് ഏത് ടെമ്പറേച്ചറിലാണ്? 30 to 60 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിലാണ്. ആൻഡ് അണ്ടർ അറ്റ്മോസ്ഫിയറിക് അല്ലെങ്കിൽ റെഡ്യൂസ്ഡ് പ്രഷർ ഓർ വാക്യൂം കണ്ടീഷൻ. അതിനെന്താണ്? പവർ കുറവ് മതി. ആൻഡ് എക്സിബിറ്റ് ഇലക്ട്രോൺസ് ടെമ്പറേച്ചർ മച്ച് ഹയർ ദാൻ ദ കറസ്പോണ്ടിങ് ഗ്യാസ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്യാസ് ഏതാണോ
അതിനേക്കാളും എന്താണ് ഇലക്ട്രോൺ ടെമ്പറേച്ചർ എക്സിബിറ്റ്സ് ഇലക്ട്രോൺ ടെമ്പറേച്ചർ അതെന്താണ് എക്സിബിറ്റ് ചെയ്യും. ഓക്കെ, ആൻഡ് ഡസ് നോട്ട് പ്രസന്റ് എ ലോക്കൽ തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം. അതിനകത്ത് എന്താണ് ലോക്കൽ ആയിട്ടുള്ള കൈൻഡ് ഓഫ് തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം പ്രസന്റ് ആയിരിക്കില്ല. ആൻഡ് റിസൾട്ടന്റ് കോൾഡ് പ്ലാസ്മയ്ക്കകത്ത് എന്തൊക്കെയുണ്ട്? ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്, അയോൺസ് ഉണ്ട്, യു വി റേഡിയേഷൻ ഉണ്ട്, റിയാക്റ്റീവ് കെമിക്കൽസ് ഉണ്ട്, സ്പീഷീസ് ലൈക്ക് ഏതാണ് ഓക്സിജൻ, പിന്നെ റിയാക്റ്റീവ് നൈട്രജൻ സ്പീഷീസ് ലൈക്ക് NO2, അങ്ങനെ എന്താ നൈട്രസ് ഓക്സൈഡ്, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എന്താണ് നൈട്രജൻ സ്പീഷീസ് അല്ലെങ്കിൽ ഓക്സിജൻ സ്പീഷീസ് ഒക്കെ അവൈലബിൾ ആണ്. Several different gases can be used to produce caps such as helium, argon, nitrogen, helixon, അതുപോലെ ഹെലിയോക്സ്, അതുപോലുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എന്ത് ഗ്യാസസ് നമ്മുടെ ഈ കോൾഡ് പ്ലാസ്മ അറ്റ്മോസ്ഫിയറിക് പ്ലാസ്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി ഇതിന്റെ പ്രിൻസിപ്പിൾ എങ്ങനെയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്? എ നോൺ തെർമൽ പ്ലാസ്മ അല്ലെങ്കിൽ കോൾഡ് പ്ലാസ്മ അല്ലെങ്കിൽ കോൾഡ് അറ്റ്മോസ്ഫിയറിക് പ്ലാസ്മ ഓർ നോൺ ഇക്വിലിബ്രിയം പ്ലാസ്മ ഈസ് എ പ്ലാസ്മ വിച്ച് ഇസ് നോട്ട് ഇൻ ദ തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം. തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിൽ അല്ലാത്ത എന്താണ് ഒരു ഫോർത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ ആണ് എന്ത് പ്ലാസ്മ എന്ന് പറയുന്നത്. ബിക്കോസ് ദി ഇലക്ട്രോൺ ടെമ്പറേച്ചർ ഈസ് മച്ച് ഹോട്ടർ ദാൻ ദ ടെമ്പറേച്ചർ ഓഫ് ഹെവി സ്പീഷീസ്. സോ ഹെവി സ്പീഷീസിന്റെ ഒക്കെ ഇലക്ട്രോൺസിന്റെ ടെമ്പറേച്ചറിനെക്കാളും പ്ലാസ്മയുടെ ഇലക്ട്രോൺസിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്തായിരിക്കും? വളരെയധികം ഹൈ ആണ്. Okay, the principle of plasma technology is based on the partial ionization of positive and negative ions, free radicals and charged particles in the form of electrons and photons. So, നമ്മുടെ ഈ plasma technologyയുടെ പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ പാർഷ്യൽ അയണൈസേഷൻ ആണ് നടക്കുന്നത്. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ് അല്ലെങ്കിൽ ഫ്രീ റാഡിക്കൽസിന്റെ ചാർജ് പാർട്ടിക്കിൾസിന്റെ ഒക്കെ എന്താണ് പാർഷ്യൽ ആയിട്ടുള്ള എന്ത് അയണൈസേഷൻ നടക്കും ടു ദ ഫോം ഓഫ് എന്താണ് ഇലക്ട്രോൺസ് ആൻഡ് ഫോട്ടോൺസ് ആൻഡ് ഗ്യാസ് കണ്ടെയ്നിങ് മോളിക്യൂൾസ്. The cold plasma is generated at atmospheric pressure by passing a process gas through an electric field. എങ്ങനെയാണ് നമ്മൾ ഈ കോൾഡ് പ്ലാസ്മ ജനറേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ നമ്മുടെ ഒരു ഗ്യാസ് ഏതാണ് നമ്മുടെ കാരിയർ ഗ്യാസ് അതിനെ എന്താണ് ഇലക്ട്രിക് ഫീൽഡിനകത്തൂടെ നമ്മൾ പാസ് ചെയ്യിക്കുക. സോ ആ ഗ്യാസ് ഇലക്ട്രിക് ഫീൽഡിനകത്തൂടെ പാസ് ചെയ്യുമ്പോൾ അതിന്റെ ഓർബിറ്റൽസ് നിന്ന് ഇലക്ട്രോൺസ് റിലീസ് ആയിട്ട് അത് എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? അയോൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, electrons arising from ionization process accelerated in the field trigger impact ionization process. So ഈ ഒരു എന്താണ് ഇതിനകത്തുനിന്ന് റിലീസ് ആവുന്ന ഇലക്ട്രോൺസ് എന്താണ് നമ്മുടെ ആ ഒരു ഇലക്ട്രിക് ഫീൽഡിലേക്ക് പ്രസന്റ് ആയിട്ട് അവിടെ എന്താണ് അയണൈസേഷൻ പ്രോസസ്സിനെ ഇനിഷ്യേറ്റ് ചെയ്യും. ഓക്കെ, free electrons colliding with the gas atom transfer their energy, thus generating highly reactive species that can interact with the food surface. So ഇതിൽ നിന്ന് ഈ കൊളീഷൻ വഴി ഉണ്ടാവുന്ന ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടല്ലോ, അതായത് ഫ്രീ ഇലക്ട്രോൺസ് കൊളൈഡ് വിത്ത് ഗ്യാസ് ആറ്റംസ്. സോ ഈ ഗ്യാസ് ആറ്റംസ് ആയിട്ട് കൊളൈഡ് ചെയ്യുന്ന ഇതിനകത്തുള്ള ഫ്രീ ഇലക്ട്രോൺസ് എന്താണ് ഹയർ എനർജി പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഹയർ എനർജി സ്പീഷീസ് ആണ് എന്ത് നമ്മുടെ ഫുഡ് സർഫസിലേക്ക് പോയി റിയാക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് എന്താ നമ്മുടെ കോൾഡ് പ്ലാസ്മ ടെക്നോളജിയുടെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ ബേസിക് മെക്കാനിസം. സോ എന്താ നടക്കുന്നത്? അറ്റ് ഫസ്റ്റ് there is a chemical interaction of the radicals, reactive species or charged particles with the cell membrane. ആ സെൽ മെംബ്രെയിനകത്തേക്ക് എന്താണ് നമ്മുടെ ഈ എന്താ പറയാ റാഡിക്കൽസ് അല്ലെങ്കിൽ റിയാക്റ്റീവ് സ്പീഷീസ് ചാർജ് പാർട്ടിക്കിൾസ് ആ സെൽ മെംബ്രെയിനിൽ പോയി ആക്ട് ചെയ്യും. Then the UV radiation causes damage to cell membrane and internal cellular components. നമ്മൾ പറഞ്ഞ ഇതിനകത്ത് എന്തൊക്കെയുണ്ട്? യു വി റേഡിയേഷൻസും ഇതിന്റെ ഒരു പാർട്ടാണ്. അപ്പൊ ആ യു വി റേഡിയേഷൻസ് നമ്മുടെ സെൽ മെംബ്രെയിനിൽ പോയി ഡാമേജ് ഉണ്ടാക്കും ആൻഡ് അതിന്റെ ഇന്റേണൽ കമ്പോണൻസിലും ഡാമേജ് ഉണ്ടാക്കും. Finally, the DNA strands gets broken by UV generated during the recombination of the plasma species. എന്നിട്ട് എന്താണ് അതിനകത്ത് നിന്നിട്ട് എന്താണ് ആ സെല്ലിന്റെ അല്ലെങ്കിൽ ആ ഒരു DNA ഡാമേജ് ഉണ്ടാക്കിയിട്ട് അതുവഴി അവരെ ഡിസ്ട്രോയ് ചെയ്യുന്നു. ഓക്കെ, സോ ഇതാണ് എന്താ നമ്മുടെ കോൾഡ് പ്ലാസ്മ ടെക്നോളജി എന്ന് പറയുന്നത്. സോ എന്താ നമ്മുടെ റിയാക്റ്റീവ് സ്പീഷീസ് അല്ലെങ്കിൽ നമ്മുടെ ഇതിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന എന്താ യു വി റേഡിയേഷൻസ് എന്താണ് നമ്മുടെ ഫുഡിനകത്തേക്ക് വരും. ആ ഫുഡിനകത്തേക്ക് എന്താണ് ഫുഡിന്റെ ബാക്ടീരിയയിലേക്ക് വന്ന് ആക്ട് ചെയ്തിട്ട് ആദ്യം ബാക്ടീരിയൽ കൗണ്ട് റെഡ്യൂസ് ചെയ്യിക്കും. ദെൻ അതിനകത്ത് പ്രോട്ടീൻ ഡിസ്ട്രക്ഷൻ നടക്കും. ദെൻ എന്താ പ്രോട്ടീന്റെ സ്ട്രക്ചറിനെ എന്ത് ബ്രേക്ക് ചെയ്യും എന്നിട്ട് ബാക്ടീരിയയുടെ സെൽ ഡാമേജ് ഉണ്ടാക്കും. ഇതാണ് നമ്മുടെ കോൾഡ് പ്ലാസ്മ ടെക്നോളജിയുടെ മെക്കാനിസം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ കോൾഡ് പ്ലാസ്മ ജനറേറ്റ് ചെയ്യിക്കാനുള്ള മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന്. The plasma generation methods most applied for the food processing are categorized into dielectric barrier discharge, plasma jet, corona discharge, microwave. സോ ഇങ്ങനെ നാലെണ്ണമായിട്ടാണ് എന്താ നമ്മുടെ കോൾഡ് പ്ലാസ്മ ജനറേറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഒന്നാമത്തേതാണ് ഡൈഇലക്ട്രിക് ബാരിയർ ഡിസ്ചാർജ്. ഡൈഇലക്ട്രിക് ബാരിയർ ഡിസ്ചാർജ് എന്താന്ന് വെച്ചാൽ DBD plasma is generated by a high voltage applied between two metal electrodes. രണ്ട് മെറ്റൽ ഇലക്ട്രോൺസിന്റെ ഇടയിലേക്ക് എന്താണ് ഹൈ വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കും.
വൺ ഓർ ബോത്ത് ഇലക്ട്രോഡ്സ് ആർ കവേർഡ് വിത്ത് എ ഡൈഇലക്ട്രിക് മെറ്റീരിയൽ. രണ്ട് ഇലക്ട്രോഡ്സും എന്താണ് ഒരു കൈൻഡ് ഓഫ് ഡൈഇലക്ട്രിക് മെറ്റീരിയൽ ലൈക് പോളിമർ, ഗ്ലാസ്, ക്വാർട്സ്, സെറാമിക് പോലെയുള്ള മെറ്റീരിയൽസ് വെച്ചിട്ട് കോട്ട് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് സെപ്പറേറ്റഡ് ബൈ എ വേരിയബിൾ ഗ്യാപ് റേഞ്ച് ഫ്രം 0.1 mm to several centimeters. ആ രണ്ട് ഇലക്ട്രോഡ്സിന്റെ ഇടയിൽ എന്താണ് 0.1 mm to ഇത്ര സെന്റിമീറ്റേഴ്സ് എന്താണ് ഗ്യാപ്പ് ഉണ്ടായിരിക്കും. ആ രണ്ട് ഇലക്ട്രോഡ്സിനെയും എന്താണ് നമ്മൾ ഡൈഇലക്ട്രിക് മെറ്റീരിയൽ സച്ച് പോളിമർ, ഗ്ലാസ്, ക്വാർട്സ്, സെറാമിക് പോലെയുള്ള കമ്പോണൻസ് വെച്ചിട്ട് എന്താണ് കോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിനുള്ളിലേക്ക് എന്താണ് നമ്മൾ നല്ല ഹൈ വോൾട്ടേജ് ഇത് കറന്റ് അപ്ലൈ ചെയ്യും. സോ അതുവഴി എന്താണ് ഇലക്ട്രോൺസ് റിലീസ് ആവും. ഓക്കെ, രണ്ടാമത്തേത് പ്ലാസ്മ ജെറ്റ്. പ്ലാസ്മ ജെറ്റ് എന്താന്ന് വെച്ചാല് പ്ലാസ്മ ജെറ്റ് ഈസ് എ ഡിവൈസ് ആർ മേഡ് അപ്പ് ഓഫ് ടു കോൺസെൻട്രിക് ഇലക്ട്രോഡ്സ്. അതിനകത്ത് എന്താണ് രണ്ട് കോൺസെൻട്രിക് ആയിട്ട് അടുത്തടുത്തുള്ള രണ്ട് ഇലക്ട്രോഡ്സ് ഉണ്ട്. ദ ഔട്ടർ ഇലക്ട്രോഡ് ഈസ് ഗ്രൗണ്ടഡ് ആൻഡ് ദ ഇന്നർ ഇലക്ട്രോഡ് ഈസ് കണക്റ്റഡ് ടു ദ എക്സ്റ്റേണൽ എനർജി സോഴ്സ് സച്ച് ആസ് റേഡിയോ ഫ്രീക്വൻസി സോഴ്സ് ആൻഡ് ക്രിയേറ്റ്സ് RF എനർജി. സോ എന്താണ് നമ്മുടെ രണ്ട് ഇലക്ട്രോഡ്സ് ഉണ്ട്. അതിനകത്ത് ഇന്നർ ഇലക്ട്രോഡ് ഉണ്ട്, ഔട്ടർ ഇലക്ട്രോഡ് ഉണ്ട്. ഇന്നർ ഇലക്ട്രോഡ് എന്താണ് ഔട്ടർ ഇലക്ട്രോഡ് അതിന്റെ താഴ്ഭാഗത്ത് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇന്നർ ഇലക്ട്രോഡ് എന്തിനോടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? എക്സ്റ്റേണൽ എനർജി സോഴ്സിനോ ലൈക് റേഡിയോ ഫ്രീക്വൻസിയോടാണ് അത് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുവഴി അത് എന്ത് ക്രിയേറ്റ് ചെയ്യും? റേഡിയോ ഫ്രീക്വൻസി എനർജി ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ദസ് ഇന്ററാക്ട് വിത്ത് ദ വർക്കിംഗ് ഗ്യാസ് ഇൻ ദ ടാർഗറ്റ് ചേംബർ കോസസ് അയണൈസേഷൻ. സോ നമ്മുടെ ടാർഗറ്റ് ചേംബറിനകത്ത് എന്താണ് അല്ലെങ്കിൽ ഇതിനകത്താണ് ഈ പ്രോസസ് നടക്കുന്നത്. അതിനകത്ത് എന്തുണ്ട്? കെരിയർ ഗ്യാസ് ഉണ്ട്. സോ ആ കെരിയർ ഗ്യാസുമായിട്ട് എന്താണ് ഈ എനർജി ഇന്ററാക്ട് ചെയ്യുന്നതിന്റെ വഴി എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? അയണൈസിങ് അല്ലെങ്കിൽ അയൺസ് പ്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് എച്ച് ത്രൂ ദ നോസൽ ആൻഡ് ഗീസ് ജെറ്റ് ലൈക്ക് അപ്പിയറൻസ്. എന്നിട്ട് അതിനകത്ത് പ്രസന്റ് ആയിട്ടുള്ള സ്മോൾ നോസലിനകത്തോടെ ഈ അയൺസ് റിലീസ് ആവും. ഓക്കെ, അത് എന്തിനെ കാണിക്കും? ജെറ്റ് ലൈക്ക് അപ്പിയറൻസിനെ കാണിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇതിന് എന്ത് പറയുന്നത്? പ്ലാസ്മ ജെറ്റ് എന്ന് പറയുന്നത്. സോ പ്ലാസ്മ ജെറ്റിന്റെ കേസിൽ എന്താണ് രണ്ട് ഇലക്ട്രോഡ്സ് ഉണ്ട്. അപ്പുറത്ത് DBDയുടെ കേസിൽ എന്താണ് നമ്മൾ ഒരു ഹൈ വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യായിരുന്നു. ഇതിനകത്ത് എന്താണ് എക്സ്റ്റേണൽ സോഴ്സിനോട് ഇത് തന്നെ കണക്ട് ചെയ്തിരിക്കാൻ അവിടുന്ന് റേഡിയോ ഫ്രീക്വൻസി എനർജീസിനെ ഇത് തന്നെ ഗ്യാദർ ചെയ്തിട്ട് അകത്തേക്ക് കൊണ്ടുവന്നിട്ട് എന്താണ് അയോൺസ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ആ റിലീസ് ചെയ്യുന്ന അയോൺസ് ഏത് നോസിൽസിനകത്തൂടെ റിലീസ് ആവും, ലൈക്ക് ഒരു ജെറ്റ് ലൈക്ക് അപ്പിയറൻസ് പ്രൊവൈഡ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഇതിന് എന്ത് പറയുന്നത്? പ്ലാസ്മ ജെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്താണ് എന്ത്? കൊറോണ ഡിസ്ചാർജ്. കൊറോണ ഡിസ്ചാർജ് എന്താന്ന് വെച്ചാല് is identified as a luminous glow localized in space near sharp point edges or thin wires in a highly uniform electric field. So the high electric field near the electrode exceeds the gas breakdown strength and creating a weakly ionized plasma. So ഇതിനകത്ത് എന്താന്ന് വെച്ചാല് നമ്മൾ എന്താ ചെയ്യുന്നത്? കൊറോണ ഡിസ്ചാർജ് എന്താന്ന് വെച്ചാൽ ഈസ് ഐഡന്റിഫൈഡ് എ ലൂമിനസ് ഗ്ലോ ലോക്കലൈസ്ഡ് ഇൻ സ്പേസ് നിയർ ദ ഷാർപ്പ് പോയിന്റ്സ്. ഇതിന്റെ ഷാർപ്പ് പോയിന്റ്സ് അല്ലെങ്കിൽ എഡ്ജസില് ട്വിൻ വയേഴ്സിലൊക്കെ എന്താണ് നമ്മൾ യൂണിഫോം ഹൈലി നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. സോ ഒരു ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള DBD ഒക്കെ പോലെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു നോൺ യൂണിഫോം ആയിട്ട് ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രസൻസിൽ റിലീസ് ചെയ്യുന്ന അയോൺസിനെയാണ് നമ്മൾ കൊറോണ ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ദ ഹൈ ഇലക്ട്രിക് ഫീൽഡ് നിയർ ദി ഇലക്ട്രോഡ് എക്സീഡ്സ് ദ ഗ്യാസ്. സോ നമ്മുടെ ഇലക്ട്രോഡ്സിന്റെ ഇടയിലുള്ള അടുത്ത് വരുന്ന ഹൈ ഇലക്ട്രിക് ഫീൽഡ് അതിനകത്തുള്ള ഗ്യാസിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് വീക്ക്ലി അയണൈസ്ഡ് പ്ലാസ്മാസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ബാക്കി എല്ലാത്തിന്റെ കേസിലും ഇലക്ട്രോഡ്സ് ഉണ്ടായിരുന്നു. ഇലക്ട്രോഡ്സിന്റെ പ്രസൻസിൽ നല്ല രീതിയിൽ അയോൺസ് പ്രൊഡ്യൂസ് ചെയ്തു. പക്ഷെ ഇതിന്റെ കേസിൽ കൊറോണ ഡിസ്ചാർജിന്റെ കേസിൽ വീക്ക്ലി അയണൈസ്ഡ് ആയിട്ടുള്ള പ്ലാസ്മാസ് ആണ് റിലീസ് ആവുന്നത്. ഓക്കെ, then അടുത്തതാണ് മൈക്രോവേവ്. In microwave plasma generators, electromagnetic waves typically at 2.5 Hz are emitted by a magnetron and is used to produce microwave discharge. Magnetron എന്താന്ന് വെച്ചാൽ മാഗ്നറ്റിക് ഫീൽഡ് ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് റിലീസ് ചെയ്യിക്കാൻ പറ്റുന്ന എക്യുപ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാഗ്നട്രോൺ എന്ന് പറയുന്നത്. നോർമലി നമ്മുടെ മൈക്രോവേവ് അവന്റെ ഒക്കെ കേസിൽ ആ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ അതിനകത്ത് യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആണ് മാഗ്നട്രോൺ എന്ന് പറയുന്നത്. ഓക്കെ, സോ മൈക്രോവേവ് പ്ലാസ്മ ജനറേറ്റേഴ്സിന്റെ കേസിൽ നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ടിപ്പിക്കലി എത്രയാണ്? 2.5 ഹെർട്സിലുള്ള ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡിനെയാണ് എമിറ്റ് ചെയ്യുന്നത്. എന്തിന്റെ ഹെൽപ്പോട് കൂടിയിട്ട്? ഒരു മാഗ്നട്രോണിന്റെ ഹെൽപ്പോട് കൂടിയിട്ട്. ഓക്കെ, ആൻഡ് ഈസ് യൂസ് ടു പ്രൊഡ്യൂസ് മൈക്രോവേവ് ഡിസ്ചാർജ്. അതിന്റെ ഹെൽപ്പോട് മൈക്രോവേവ്സിനെ പ്രൊഡ്യൂസ് ചെയ്യും. The microwave electric field accelerates the electrons of gas molecule. So ഈ മൈക്രോവേവ് ഇലക്ട്രിക് ഫീൽഡ് നമ്മുടെ ഗ്യാസ് മോളിക്യൂൾസിന്റെ ഇലക്ട്രോൺസിനെ
ആക്സിലറേറ്റ് ചെയ്യും ആൻഡ് ഫോംസ് കോൾഡ് പ്ലാസ്മ ആസ് എ റിസൾട്ട് വിത്തൗട്ട് ഇലക്ട്രോഡ്സ്. സോ ഇലക്ട്രോഡ്സിന്റെ പ്രസൻസ് ഇല്ലാതെ തന്നെ എന്താണ് അത് കോൾഡ് പ്ലാസ്മ ജനറേറ്റ് ചെയ്യും. സോ ഈ മൈക്രോവേവ് ഇലക്ട്രിക് ഫീൽഡ്സ് എന്താണ് നമ്മുടെ ഗ്യാസിനകത്തുള്ള ഇലക്ട്രോൺസിനെ എന്താക്കും, ആക്സിലറേറ്റ് ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്യിക്കാൻ വേണ്ടി അതുവഴി എന്താണ് കോൾഡ് പ്ലാസ്മ റിലീസ് ചെയ്യും. ആൻഡ് ദിസ് സിസ്റ്റം ക്യാൻ പ്രൊഡ്യൂസ് പ്ലാസ്മ അറ്റ് ലോ ആൻഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. സോ ഈ ഒരു കേസിൽ അല്ലെങ്കിൽ മൈക്രോവേവ് മെത്തേഡ്സ് വെച്ചിട്ട് ലോ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ നമുക്ക് എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യിക്കാൻ പറ്റും, ഈ എന്താ കോൾഡ് പ്ലാസ്മാസ് അല്ലെങ്കിൽ പ്ലാസ്മാസ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യിക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് എന്താ കോൾഡ് പ്ലാസ്മ ടെക്നോളജി എന്ന് പറയുന്നത്. ദെൻ എഫക്ട് ഓഫ് കോൾഡ് പ്ലാസ്മ ഇൻ ഫുഡ്സ്. ഫുഡ്സിനകത്ത് ഈ കോൾഡ് പ്ലാസ്മ ഏത് രീതിയിലാണ് ആക്ട് ചെയ്യുന്നത്? എഫക്ട്സ് ഓഫ് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്ട്സ്. മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്ട്സിന്റെ കേസിൽ ദ ക്യാപ് ട്രീറ്റ്മെന്റ് ഓൺ മിൽക്ക് ഇൻഫ്ലുവൻസ് ഫിസിയോകെമിക്കൽ ആൻഡ് ടെക്സ്ചറൽ പ്രോപ്പർട്ടീസ് ബട്ട് ദീസ് ചേഞ്ചസ് ഡിപെൻഡ് ഓൺ ദ ഫ്ലോ റേറ്റ് ആൻഡ് ടൈം. സോ ഈ നമ്മുടെ കോൾഡ് പ്ലാസ്മ ടെക്നോളജി എന്താണ്, മിൽക്കിന്റെ അല്ലെങ്കിൽ മിൽക്ക് പ്രൊഡക്ട്സിന്റെ കേസിൽ എന്താണ് ഫിസിയോകെമിക്കൽ ആൻഡ് ടെക്സ്ചറൽ പ്രോപ്പർട്ടീസ്, അതിന്റെ ഫിസിക്കൽ കെമിക്കൽ അല്ലെങ്കിൽ ടെക്സ്ചറൽ പ്രോപ്പർട്ടീസിനെ എന്ത് ചെയ്യും, ഇത് ഇൻഫ്ലുവൻസ് ചെയ്യും. പക്ഷേ ദീസ് ചേഞ്ചസ് ഡിപെൻഡ്സ് ഓൺ ദ ഫ്ലോ റേറ്റ് ആൻഡ് ടൈം. അത് എത്രമാത്രം നല്ല രീതിയിലാണ് ഇതിന്റെ ഇത് എത്രമാത്രം ഫ്ലോ റേറ്റ് ഉണ്ട്, എത്രമാത്രം ടൈമിലാണ് ഇത് എക്സ്പോസ്ഡ് ആയിട്ടുള്ളത്, അങ്ങനെയുള്ള ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അതായത് ഈ കോൾഡ് പ്ലാസ്മ മെത്തേഡ് എത്ര നേരം നമ്മൾ ആ ഒരു ഫുഡ് പ്രോഡക്റ്റിൽ ചെയ്യുന്നുണ്ട് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്ത് ഈ മെത്തേഡ് ആ ഒരു ഫുഡ് പ്രോഡക്റ്റിന്റെ ഫിസിയോ കെമിക്കൽ അല്ലെങ്കിൽ ടെക്സ്ചർ പ്രോപ്പർട്ടീസിനെ അഫക്ട് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. ദെൻ എന്താണ് the quality of milk and milk products have been improved after plasma treatment with efficient inhibition of pathogens. So plasma treatment വഴി എന്താണ് നമ്മുടെ ഫുഡിന്റെ ക്വാളിറ്റി ഒക്കെ നമുക്ക് എന്താണ് ഇംപ്രൂവ് ചെയ്യിക്കാൻ പറ്റും. Okay, in contrast, CAP has a significant drawback in treating plant-based milk, which negatively influences protein proportion. ഇനി പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള മിൽക്കിന്റെ ഒക്കെ കേസിൽ എന്താണ് നമ്മൾ ഈ കോൾഡ് പ്ലാസ്മ ട്രീറ്റ്മെന്റ് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ എന്ത് പറ്റും, അത് നെഗറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്ട് കാണിക്കും. ലൈക്ക് എന്താണ് പ്രോട്ടീന്റെ പ്രപ്പോർഷൻ എന്ത് ചെയ്യും, അത് നെഗറ്റീവ്ലി ഇൻഫ്ലുവൻസ് ചെയ്യും. ഓക്കെ, ദെൻ പറയുന്നത് എഫക്ട്സ് ഓൺ മീറ്റ് പ്രൊഡക്ട്സ്. മീറ്റ് പ്രൊഡക്ട്സിന്റെ കേസിൽ the CAP treatment positively influences the quality of meat products as reported by many researchers. So ഈ ഒരു കോൾഡ് അറ്റ്മോസ്ഫിയർ പ്ലാസ്മ മെത്തേഡ് നമ്മുടെ എന്താണ് മീറ്റ് പ്രൊഡക്ട്സിന്റെ ഒക്കെ കേസിൽ എന്താണ് പോസിറ്റീവ്ലി ആണ് അതിന് റെസ്പോണ്ട് ചെയ്തത്, ലൈക്ക് പോസിറ്റീവ്ലി അതിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. Some studies also demonstrated that using any combination of gas and CAP would decrease spoilage causing bacteria on meat. So ചില സ്റ്റഡീസ് പറയുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഈ CAP മെത്തേഡിനകത്ത് ഏതെങ്കിലും കൈൻഡ് ഓഫ് ഗ്യാസസിനെ നമ്മൾ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ അതെന്താണ് ഈ സ്പോയിലേജ് കോസിങ് ബാക്ടീരിയ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസത്തിലേക്ക് എമൗണ്ട് എന്തായും റെഡ്യൂസ് ചെയ്യിക്കും. ഓക്കെ, ഫർദർ മോഡിഫിക്കേഷൻ ദ ഗ്യാസ് മിക്സ്ചർ ഓൾസോ ഇൻഫ്ലുവൻസ് ദ വാട്ടർ ആക്ടിവിറ്റി ഇൻ മീറ്റ് പ്രൊഡക്ട്സ്. സോ കൂടുതൽ മോഡിഫിക്കേഷൻസ് ഒക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ ആ ഫുഡ് പ്രൊഡക്റ്റിനകത്തെ വാട്ടർ ആക്ടിവിറ്റിയെ എന്താണ് നമുക്ക് റെഡ്യൂസ് ചെയ്യിക്കാൻ പറ്റും. Okay, then effect on cereals. Effect on cereals in the case എന്താന്ന് വെച്ചാൽ it was observed that the germination and seedling growth in wheat seed were significantly improved by 20 to 30% after plasma jet DBD treatment for a short time compared to untreated samples. സോ നമ്മുടെ ഈ ജെർമിനേഷൻ അല്ലെങ്കിൽ സീഡ്ലിംഗ് ഗ്രോത്ത് ഒക്കെ ഉണ്ടല്ലോ, ചില സീരിയൽസ് ഒക്കെ എന്താണ് മുളക്കില്ല. സോ അങ്ങനെയുള്ള കേസിലൊക്കെ എന്താണ് നമ്മൾ ഈ ഒരു പ്ലാസ്മ ട്രീറ്റ്മെന്റ് ചെയ്യാന്നുണ്ടെങ്കിൽ 20 to 30% എന്താണ് നമുക്ക് അതിനെ ഇംപ്രൂവ് ചെയ്യിക്കാൻ പറ്റും. ഓക്കെ, ദ പ്ലാന്റ് ഗ്രോത്ത് ഫ്രം പ്ലാസ്മ ട്രീറ്റഡ് സീഡ് ഷോഡ് ഇൻക്രീസ് ഗ്രോത്ത് ആക്ടിവിറ്റി. ആൻഡ് ഈ പ്ലാസ്മ ട്രീറ്റഡ് ഇതിൽ നിന്ന് എന്ത് ഉണ്ടായിട്ടുള്ള സീഡ് ഗ്രോത്ത് ഒക്കെ ആണെങ്കിൽ എന്താ അതിന്റെ ഗ്രോത്ത് ആക്ടിവിറ്റി കൂടുതലായിരിക്കും, ഡ്രൈ മാറ്റർ കൂടുതലായിരിക്കും, ആൻഡ് ക്ലോറോഫിൽ അതിന്റെ ലീവ്സിനകത്തൊക്കെ ഉണ്ടാവുന്ന ക്ലോറോഫിൽ കണ്ടന്റ് ഒക്കെ എന്തായിരിക്കും കൂടുതലായിരിക്കും. ലൈക്ക് എപ്പോഴും എന്താണ് പോസിറ്റീവ് ഇമ്പാക്ട് ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ, അടുത്തെന്താണ് എഫക്ട്സ് ഓൺ ഫ്രഷ് പ്രൊഡ്യൂസേഴ്സ്. ഫ്രഷ് പ്രൊഡ്യൂസേഴ്സിന്റെ കേസിൽ എന്താന്ന് വെച്ചാൽ നമ്മൾ CAP ട്രീറ്റ്മെന്റ് റെഡ്യൂസസ് ദി ഇന്റൻസിറ്റി ഓഫ് പോസ്റ്റ് ഹാർവസ്റ്റ് റെസ്പിറേഷൻ റേറ്റ് വിച്ച് ഈസ് പ്രൂവൺ ഇൻ സ്ട്രോബെറീസ്, ക്യാരറ്റ് ആൻഡ് മാൻഡ്രിൻ. സോ പോസ്റ്റ് ഹാർവസ്റ്റിന് ശേഷവും എന്താണ് ഈ ചില ഫ്രൂട്ട്സിന്റെ ഒക്കെ കേസിൽ എന്താണ് റെസ്പിറേഷൻ റേറ്റ് കൂടുതലാണ്. അപ്പം അതെന്താണ് നമ്മളിപ്പോ ഈ CAP മെത്തേഡ് അല്ലെങ്കിൽ കോൾഡ് പ്ലാസ്മ മെത്തേഡ് വെച്ച് ട്രീറ്റ് ചെയ്താൽ അതിനകത്ത് എന്താണ് ആ റെസ്പിറേഷൻ റേറ്റ് കുറവാണെന്ന് സ്റ്റഡീസ് പറയുന്നുണ്ട്. Then CAP application on the cut fruit increase the freshness and quality. And cut fruits in the case നമ്മൾ CAP അപ്ലൈ ചെയ്യാന്നുണ്ടെങ്കിൽ എന്താ അവരുടെ എന്താ ഓവറോൾ ക്വാളിറ്റി അല്ലെങ്കിൽ ഫ്രഷ്നെസ് ഒക്കെ ഇംപ്രൂവ് ചെയ്തു എന്ന് പറയുന്നു. Then CAP application on fresh cut apples is reported to decrease oxygen fixation and increases carbon dioxide, carbon monoxide focus in the gaseous environment, causing changes in the cell respiratory pathway, which triggers the inactivation of endogenous enzymes of fresh fruits and vegetables, which delays the browning and maturing process. And അതുപോലെ തന്നെ നമ്മൾ ഈ കോൾഡ് പ്ലാസ്മ മെത്തേഡ് വെച്ചിട്ട് കട്ട് ആപ്പിൾസ് ഒക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ ആപ്പിൾസ് ഒക്കെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് എന്താ ഉണ്ടാകുന്നത്
ബ്രൗൺ കളർ ഉണ്ടാവും. ഓക്കെ, മെലാനിൻ ഫോം ചെയ്യും എങ്ങനെ? ബ്രൗണിങ് റിയാക്ഷൻ നടന്നിട്ട് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട്. സോ നമ്മൾ ഈ കട്ട് ആപ്പിൾസിനെ ഒക്കെ എന്താണ്, അല്ലെങ്കിൽ സ്ലൈസ്ഡ് ആപ്പിൾസിനെ ഒക്കെ ഈ ഒരു മെത്തേഡിന് ഇൻട്രൊഡ്യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള ഓക്സിജൻ കണ്ടന്റ് റെഡ്യൂസ് ചെയ്തിട്ട് എന്താണ്, കാർബൺ മോണോക്സൈഡിന്റെ കണ്ടന്റ് ഇൻക്രീസ് ചെയ്യിക്കും. ആൻഡ് അതുവഴി എന്താണ്, ഫർദർ എന്താ ബ്രൗണിങ് റിയാക്ഷൻ ഒക്കെ നടക്കുന്നതിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ഒരു മെത്തേഡാണ് എന്ത്, മോഡിഫൈഡ് അറ്റ്മോസ്ഫിയർ പാക്കേജിങ്. സോ ഈ മോഡിഫൈഡ് അറ്റ്മോസ്ഫിയർ പാക്കേജിംഗ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പാക്കേജിംഗ് ടെക്നിക്സിൽ വരും. അതുപോലെ തന്നെ എന്താണ്, പ്രിസർവേഷൻ മെത്തേഡിലും വരും. ഒരു നോൺ തെർമൽ ആയിട്ടുള്ള പ്രിസർവേഷൻ മെത്തേഡിൽ വരും എന്ത്, ഈ മോഡിഫൈഡ് അറ്റ്മോസ്ഫിയർ പാക്കേജിംഗ് എന്ന് പറയുന്നത്. ഇത് രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് മോഡിഫൈഡ് അറ്റ്മോസ്ഫിയർ പാക്കേജിങ്ങും പിന്നെ ഒന്ന് കൺട്രോൾഡ് അറ്റ്മോസ്ഫിയർ പാക്കേജിങ്ങും. രണ്ടുപേരും തമ്മിൽ ചെറിയ ഡിഫറൻസേ ഉള്ളൂ. എന്താന്ന് വെച്ചാൽ മോഡിഫൈഡ് അറ്റ്മോസ്ഫിയർ പാക്കേജിങ്ങിന്റെ കേസിൽ ഓൾറെഡി ആ പാക്കിങ്ങിനകത്തുള്ള ആ ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ, അതിനെ നമ്മൾ മോഡിഫൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ നമ്മളൊരു ഇത് പാക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് എന്താ, നോർമലി എയർ പ്രസന്റ് ആയിരിക്കും. സോ അതിന്റെ ആ ഒരു കണ്ടീഷൻ നമ്മൾ മോഡിഫൈ ചെയ്ത് കൊടുക്കാം. മറ്റാരുടെങ്കിലും ഒക്കെ അഡീഷൻ വഴിയൊക്കെ എന്ത്, അതിനെ മോഡിഫൈ ചെയ്ത് കൊടുക്കുന്നതിനെയാണ് എന്ത്, മോഡിഫൈഡ് അറ്റ്മോസ്ഫിയർ പാക്കേജിംഗ് എന്ന് പറയുന്നത്. കൺട്രോൾഡ് അറ്റ്മോസ്ഫിയർ പാക്കേജിംഗ് എന്ന് വെച്ചാൽ അതിനകത്ത് ഓൾറെഡി ഉള്ള കണ്ടീഷൻസ് തന്നെയായിരിക്കും, പക്ഷെ നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യാണ്. അതാണ് കൺട്രോൾഡ് അറ്റ്മോസ്ഫിയർ പാക്കേജിംഗ്. അതിന്റെ പേരിൽ തന്നെയുണ്ട് എന്താണ് അതിനകത്ത് നടക്കുന്നത്. സോ തെറ്റിപ്പോകരുത്. സോ മോഡിഫൈഡ് അറ്റ്മോസ്ഫിയർ പാക്കേജിംഗ്, that is MAP, which can be defined as the enclosure of food in a package in which the atmosphere inside the package is modified or altered to provide an optimum atmosphere for increasing shelf life and maintaining quality of the food. So മോഡിഫൈഡ് അറ്റ്മോസ്ഫിയർ പാക്കേജിങ് എന്താന്ന് വെച്ചാൽ നമ്മൾ ഒരു ഫുഡിനെ ഒരു പാക്കേജിംഗ് മെറ്റിനകത്ത് എൻക്ലോസ് ചെയ്തതിനു ശേഷം ആ പാക്കേജിനകത്തുള്ള അറ്റ്മോസ്ഫിയറിനെ നമുക്ക് ഒന്നുകിൽ മോഡിഫൈ ചെയ്യാം അല്ലെങ്കിൽ ആൾട്ടർ ചെയ്യാം. എങ്ങനെ? അതിനകത്ത് ആ ഒരു അറ്റ്മോസ്ഫിയർ കണ്ടീഷൻസ് ഒക്കെ ആൾട്ടർ ചെയ്തിട്ട് നമുക്ക് അതിന്റെ എന്താണ്, ഷെൽഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യാം, ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാം. ഓക്കെ, മോഡിഫിക്കേഷൻ ഓഫ് ദ അറ്റ്മോസ്ഫിയർ മേ ബി അച്ചീവ്ഡ് എയ്തർ ആക്റ്റീവ്ലി ഓർ പാസീവ്ലി. നമുക്ക് ആക്റ്റീവ് മെത്തേഡ് വഴി അല്ലെങ്കിൽ പാസീവ് മെത്തേഡ് വഴി മോഡിഫിക്കേഷൻ പ്രോസസ്സിനെ അച്ചീവ് ചെയ്യാൻ പറ്റും. Active modification involves displacing the air with a controlled desired mixture of gases and produce generally referred to as gas flushing. ആക്റ്റീവ് മോഡിഫിക്കേഷൻ അത് പറയുന്നത് എന്താന്ന് വെച്ചാൽ അതിനകത്തുള്ള എന്താണോ അതിനകത്ത് ആ പാക്കേജിംഗ് മെറ്റീരിയലിനകത്തുള്ള ഗ്യാസ് അതിനെ ഡിസ്പ്ലേസ് ചെയ്തിട്ട് നമുക്ക് എന്താണ്, നമുക്ക് വേണ്ട ഒരു ഡിസൈഡ് മിക്സ്ചർ ഓഫ് ഗ്യാസ് വെച്ചിട്ട് എന്താ അതിനെ കൺട്രോൾ ചെയ്യാം അല്ലെങ്കിൽ അതിനെ മോഡിഫൈ ചെയ്യാം. ആ ഒരു പ്രോസസ്സിനെ നമ്മൾ ഗ്യാസ് ഫ്ലഷിംഗ് എന്ന് പറയും. അതിനകത്തുള്ള ഗ്യാസിനെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഒരു കോമ്പിനേഷൻ ഓഫ് ഗ്യാസിനെ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നതിന് എന്ത് പറയാം, ഗ്യാസ് ഫ്ലഷിംഗ് എന്ന് പറയാം. ആൻഡ് പാസീവ് മോഡിഫിക്കേഷൻ occurs as a consequence of the food's respiration or the metabolism of microorganisms associated with the food and the package structure normally. സോ എന്താണ്, പാസീവ് മോഡിഫിക്കേഷന്റെ കേസിൽ എന്താ പറയുന്നത്, അതിനകത്തുള്ള കണ്ടീഷൻസിന്റെ എന്താണ് മോഡിഫിക്കേഷൻ, അതായത് ആ ഫുഡിന്റെ റെസ്പിറേഷൻ നടക്കുന്ന വഴിയോ അല്ലെങ്കിൽ അതിനകത്തുള്ള മൈക്രോ ഓർഗാനിസം മെറ്റബോളിസം വഴിയോ അതിനകത്ത് എന്താണ് മോഡിഫിക്കേഷൻ വരാണ് ചെയ്യുന്നത്. സോ നമ്മൾ എന്താ ചെയ്യുന്നത്, സോ വിത്ത് ആ ഫുഡിനകത്ത് എന്ത് മോഡിഫിക്കേഷൻ വരും. സോ ദ പാക്കേജ് സ്ട്രക്ചർ നോർമലി ഇൻകോർപ്പറേറ്റ്സ് എ പോളിമറിക് ഫിലിം. സോ ദ പെർമിയേഷൻ ഓഫ് ദ ഗ്യാസ് ത്രൂ ദ ഫിലിം influences the composition of the atmosphere that develops. So പാസീവിന്റെ കേസിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, അതിന്റെ പാക്കേജ് മെറ്റീരിയൽ നമ്മളൊരു ചേഞ്ച് വരും. ലൈക്ക് ഇപ്പം ഒരു പോളിമെറിക് ഫിലിമിന്റെ ഒക്കെ അഡീഷൻ അതിനകത്ത് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ എന്താണ്, ഈ ഗ്യാസ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ആവുന്നതിന് എന്താണ് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, in controlled atmosphere storage, the gas composition inside a food storage room continually monitored and adjust to maintain the optimum concentration within quite close tolerance. സോ കൺട്രോൾഡ് അറ്റ്മോസ്ഫിയർ സ്റ്റോറേജിന്റെ കേസിൽ നമ്മുടെ ആ ഒരു പാക്കേജിങ്ങിനകത്ത് അല്ലെങ്കിൽ ആ സ്റ്റോറേജ് റൂമിനകത്തുള്ള ഗ്യാസ് എന്താണോ ആ ഗ്യാസിനെ എന്താ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. സോ കണ്ടിന്യൂ ആയിട്ട് മോണിറ്റർ ചെയ്യുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ചേഞ്ച് വരണല്ലേ അതിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അത് ചെയ്തു കൊടുക്കണം. ഇൻ കോൺട്രാസ്റ്റ് ദ ലെസ് കോമൺ മോഡിഫൈഡ് സ്റ്റോറേജ്, അതായത് ലെസ് കോമൺ മോഡിഫൈഡ് സ്റ്റോറേജിന്റെ കേസിൽ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ in controlled atmospheric storage in the case, the gas composition inside a food storage room continually monitored and adjust to maintain the optimum concentration within the closed tolerance. So, എന്താ നമ്മളിപ്പോ ഒരു കൺട്രോൾഡ് അറ്റ്മോസ്ഫിയർ സ്റ്റോറേജിന്റെ കേസിൽ എവിടെയാണോ നമ്മൾ ഇതിനെ സ്റ്റോർ ചെയ്യുന്നത് ആ പോർഷൻ എന്താണ്, നമ്മൾ അതിനകത്തുള്ള ഗ്യാസിനെ കണ്ടിന്യൂലി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. അതായത് നമ്മുടെ ഈ ഫുഡിന്റെ പ്രോപ്പർട്ടീസിനനുസരിച്ച് അതിനകത്തുള്ള ഗ്യാസിന്റെ കോൺസെൻട്രേഷൻ കൂട്ടുകയോ കുറയ്ക്കുകയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. ആൻഡ് ഇൻ കോൺട്രാസ്റ്റ് the less common modified atmospheric storage typically involves some initial modification of the atmospheric composition in an airtight storage room. So ഇതിന്റെ കേസിൽ എന്താന്ന് വെച്ചാൽ
നമ്മൾ ആ ഒരു ഗ്യാസിനെ എന്താണ് ആദ്യമേ മോഡിഫൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതായത് പിന്നീടത്തേക്കല്ല, നമ്മൾ ആദ്യമേ എന്താണ് അതിനെ മോഡിഫൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വിച്ച് ചേഞ്ചസ് ഫർദർ വിത്ത് ടൈം ഓർ എസ് എ റിസൾട്ട് ഓഫ് ദ റെസ്പിറേറ്ററി ആക്ടിവിറ്റി ഓഫ് ദ ഫ്രഷ് ഫുഡ് ആൻഡ് ദ ഗ്രോത്ത് മൈക്രോ ഓർഗാനിസം. ദെൻ പിന്നീട് എന്താണ് അത് അതിനനുസരിച്ച് ചേഞ്ച് ആയിക്കോളും. അതിനകത്ത് ഏത് കൈൻഡ് ഓഫ് മൈക്രോ ഓർഗാനിസം ആണ് അല്ലെങ്കിൽ നമ്മുടെ ഫുഡിന്റെ റെസ്പിറേറ്ററി ആക്ടിവിറ്റി, അതിനെ ബേസ് ചെയ്തിട്ട് എന്താണ് അത് പിന്നീട് തന്നെ ചേഞ്ച് ആയിക്കോളും. ബിക്കോസ് നമ്മുടെ കൺട്രോൾഡ് അറ്റ്മോസ്ഫിയർ സ്റ്റോറേജിന്റെ കേസിൽ ഈസ് ക്യാപിറ്റൽ ഇന്റൻസീവ് ആൻഡ് എക്സ്പെൻസീവ് ടു ഓപ്പറേറ്റ്. നമ്മുടെ ഈ CAS മെത്തേഡ് എന്ന് പറയുന്നത്, കൺട്രോൾഡ് അറ്റ്മോസ്ഫിയർ സ്റ്റോറേജ് മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്, ക്യാപിറ്റൽ ഇന്റൻസീവ് ആണ്. അതുപോലെ തന്നെ അത് ഓപ്പറേറ്റ് ചെയ്യാൻ എന്താണ് വളരെയധികം എക്സ്പെൻസീവ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് മോർ അപ്രേറ്റ് ഫോർ ദോസ് ഫുഡ്സ് that are unable to long-term storage as such as apple, kiwi fruits, pears, meat. So അതിന്റെ ഒക്കെ കേസിൽ, അത് ലോങ് ടേം സ്റ്റോറേജ് ആയിട്ടുള്ള ഫുഡ് പ്രോഡക്ട്സിന്റെ ഒക്കെ കേസിലാണ് എന്ത് ഈ ഒരു മെത്തേഡ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഈ ഒരു മെത്തേഡിന്റെ അഡ്വാൻറ്റേജസ്, നമ്മുടെ ഈ ഒരു മോഡിഫൈഡ് അറ്റ്മോസ്ഫിയർ പാക്കേജിംഗ് മെത്തേഡിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, നോർമലി ഒരു ഫുഡിന് ഉണ്ടാകുന്ന ഷെൽഫ് ലൈഫിൽ നിന്ന് ഒരു 50 to 400% അതിന്റെ ഷെൽഫ് ലൈഫ് എന്താണ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ദെൻ റെഡ്യൂസ്ഡ് എക്കണോമിക് ലോസ് ഡ്യൂറിങ് ലോങ്ങർ ഷെൽഫ് ലൈഫ്. ലോങ്ങർ ഷെൽഫ് ലൈഫിൽ ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ അതിനനുസരിച്ച് ഉണ്ടാകുന്ന എക്കണോമിക് ലോസിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ദെൻ പ്രൊവൈഡ് എ ഹൈ ക്വാളിറ്റി ഫുഡ് പ്രൊഡക്ട്സിനെ എന്താണ് നമുക്ക് മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. സെൻട്രലൈസ്ഡ് പാക്കേജിംഗ് ആൻഡ് പോർഷൻ കൺട്രോൾ. സോ അതിനകത്ത് എന്താണ് പ്രോപ്പർ ആയിട്ടുള്ള പാക്കേജിംഗ് മെത്തേഡ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഫർദർ ഉണ്ടാവുന്ന കണ്ടാമിനേഷനൊക്കെ എന്താണ് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. പിന്നെ പറയുന്നത് ഇംപ്രൂവ്ഡ് പ്രസന്റേഷൻ, അതായത് നമുക്ക് ആ ഒരു പ്രോഡക്റ്റിന്റെ പ്രസന്റേഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രൊവൈഡ് ചെയ്യുന്ന രീതി എന്താണ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ലിറ്റിൽ ഓർ നോ നീഡ് ഫോർ കെമിക്കൽ പ്രിസർവേറ്റീവ്സ്. അതിനകത്ത് കെമിക്കൽ പ്രിസർവേറ്റീവ്സ് ഒന്നും എന്താണ് നമുക്ക് ആഡ് ചെയ്യേണ്ട ഒരു ആവശ്യമേ വരില്ല. കെമിക്കൽ പ്രിസർവേറ്റീവ്സ് ഒന്നും അതിനകത്തേക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യം വരില്ല. ദെൻ എന്താണ് സീൽഡ് പാക്കേജസ് ആർ ബാരിയേഴ്സ് അഗേൻസ്റ്റ് പ്രോഡക്റ്റ് റീകണ്ടാമിനേഷൻ ഡ്രിപ്പ് ഫ്രം പാക്കേജസ്. സോ ഈ ഒരു സീൽഡ് പാക്കേജിംഗ് മെറ്റീരിയൽസ് എന്താണ് ഫർദർ പ്രൊഡക്ഷൻ റീകണ്ടാമിനേഷനെ പ്രിവെന്റ് ചെയ്യും. ഓക്കെ, ദെൻ ഓർഡർലെസ് ആൻഡ് കൺവീനിയന്റ് പാക്കേജസ്. സോ എന്താണ് ഓർഡർലെസ് ആണ്, അതുപോലെ കൺവീനിയന്റ് ആയിട്ടുള്ള പാക്കേജിംഗ് മെറ്റീരിയൽസ് ആണ് എന്തിന് യൂസ് ചെയ്യുന്നത്, നമ്മുടെ മോഡിഫൈഡ് അറ്റ്മോസ്ഫിയർ പാക്കേജിംഗ് മെത്തേഡിന് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ, added cost for gases, packaging materials and machinery. So മോഡിഫൈഡ് അറ്റ്മോസ്ഫിയർ പാക്കേജിന്റെ കേസിൽ അതിന് വേണ്ടിയിട്ടുള്ള പാക്കേജിംഗ് മെറ്റീരിയൽ വേണം, അതിന്റെ ആ ഒരു മോഡിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഡിഫറെന്റ് ഗ്യാസസ് വേണം, അതിന്റെ കോമ്പിനേഷൻസ് വേണം, പിന്നെ മെഷീൻസ് വേണം. സോ ഇതെന്താണ് കോസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ള എക്യുപ്മെന്റ് ആണ്. ദെൻ ടെമ്പറേച്ചർ കൺട്രോൾ നെസസറി ആണ് നമ്മുടെ ഈ ഒരു കേസിൽ. ദെൻ ഡിഫറെന്റ് ഗ്യാസ് ഫോർമുലേഷൻസ് ഫോർ ഈച്ച് പ്രോഡക്റ്റ് ടൈപ്പ്. ഓരോ പ്രോഡക്റ്റ് ടൈപ്പിനും ഓരോ ഗ്യാസ് ഫോർമുലേഷൻ ആണ്. ചിലതിനകത്ത് കോമ്പിനേഷൻ വേണം, ചിലതിനകത്ത് കോമ്പിനേഷൻ വേണ്ട. സോ അത് ഓരോന്നിന്റെ കേസിലും ഡിഫറെന്റ് ആണ്. പിന്നെ പറയുന്നത് എന്താണ് സ്പെഷ്യൽ എക്യുപ്മെന്റ്സ് ആൻഡ് ട്രെയിനിങ് റിക്വയർഡ്. സോ അത് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർക്ക് എന്താണ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണം, കാരണം അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം അവർക്ക് ഒരു ഐഡിയ ഉണ്ടാക്കി കൊടുക്കണം. ഓക്കെ, ഇൻക്രീസ്ഡ് പാക്ക് വോളിയം adversely affect transport cost and retail display space. The loss benefits once the pack is opened or leaked. ഇനി നമ്മൾ പാക്ക് ചെയ്തത് വൺസ് ഓപ്പൺ ആകുമോ ലീക്ക് ആകുമോ ചെയ്യാന്നുണ്ടെങ്കിൽ എന്താ നമുക്ക് ലോസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. Then carbon dioxide dissolving into the food could lead to pack collapse and increased drip. സോ നമ്മൾ അതിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഡിസോൾവ് ചെയ്ത് കൊടുക്കാന്നുണ്ടെങ്കിൽ എന്താ ആ ഒരു പാക്ക് ചിലപ്പോൾ കൊളാപ്സ് ആവാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ്. ഓക്കെ, ഇതൊക്കെയാണ് ഇതിന്റെ എന്താ പറയാ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗ്യാസസ് നമ്മൾ യൂസ്ഡ് ഇൻ മോഡിഫൈഡ് അറ്റ്മോസ്ഫിയർ പാക്കേജിംഗ്. സോ ഈ ഒരു മെത്തേഡിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗ്യാസസ് ഏതൊക്കെയാണ്? മോസ്റ്റ് കോമൺ ആയിട്ട് 3 ടൈപ്സ് ഓഫ് ഗ്യാസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ, നൈട്രജൻ, അല്ലെങ്കിൽ ഇവരുടെ കോമ്പിനേഷൻ. ഇതിനെയാണ് നമ്മൾ ഇതിന്റെ കേസിൽ യൂസ് ചെയ്യുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് വെച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഗ്യാസ് ഇൻ ദ മാപ്പ് ഓഫ് ഫുഡ് ബിക്കോസ് ഇറ്റ്സ് ബാക്ടീരിയോസ്റ്റാറ്റിക് ആൻഡ് ഫംജിസ്റ്റാറ്റിക് പ്രോപ്പർട്ടീസ്. സോ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് മോഡിഫൈഡ് അറ്റ്മോസ്ഫിയർ പാക്കേജിംഗിന്റെ കേസിൽ യൂസ് ചെയ്യുന്ന ഒരു ഗ്യാസ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് എന്ത് പ്രോപ്പർട്ടീസ് ഉണ്ട്? ബാക്ടീരിയോസ്റ്റാറ്റിക് അല്ലെങ്കിൽ ഫംജിസ്റ്റാറ്റിക് പ്രോപ്പർട്ടീസ് അത് കാണിക്കുന്നുണ്ട്. It inhibits the growth of many spoilage bacteria. The degree of inhibition increases with the increasing concentration. So ഇതെന്താണ് മോസ്റ്റ് ഓഫ് spoilage ബാക്ടീരിയയുടെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യും. ആൻഡ് അതുപോലെ തന്നെ എന്താണ് ഇതിന്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് അതിന്റെ ഇൻഹിബിഷൻ ആക്ടിവിറ്റി എന്തായിരിക്കും കൂടിക്കൊണ്ടേയിരിക്കും. It is particularly effective against aerobic spoilage
because such a pseudomonas species. സോ എയ്റോബിക് സ്പോയിലേജ്, അതായത് ഓക്സിജന്റെ പ്രസൻസിൽ ഗ്രോ ചെയ്യുന്ന എയ്റോബിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിന്റെ കേസിൽ എന്താണ് ഇത് എഫക്റ്റീവ് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ്. ഇത് സ്യൂഡോമോണസ് സ്പീഷീസ് പോലുള്ള മൈക്രോ ഓർഗാനിസത്തിന്റെ കേസിൽ അവരെയൊക്കെ ഡിസ്ട്രോയ് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻഹിബിറ്റ് ചെയ്യാൻ ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് എന്ത് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്. The solubility of carbon dioxide increases with decrease in temperature, and therefore the antimicrobial activity of carbon dioxide is markedly greater at lower temperature. So carbon dioxide solubility എന്താണ് ടെമ്പറേച്ചർ കുറയുന്നതിനനുസരിച്ച് കൂടിക്കൊണ്ടേയിരിക്കും. ടെമ്പറേച്ചർ കുറയുന്നതിനനുസരിച്ച് കാർബൺ ഡൈ ഓക്സൈഡിന്റെ സോലിബിലിറ്റി എന്താണ് കൂടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ദ ആന്റിമൈക്രോബിയൽ ആക്ടിവിറ്റി ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്താണ് നന്നായിട്ട് നടക്കുന്നത് എപ്പോഴായിരിക്കും ലോ ടെമ്പറേച്ചറിലായിരിക്കും. ഓക്കെ, അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡിന്റെ സോലിബിലിറ്റിയും നമ്മുടെ ടെമ്പറേച്ചറും എന്താണ് ഇൻവേഴ്സ്ലി അല്ലെങ്കിൽ ഇതിന്റെ ആക്ഷൻ എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. This has significant implications for map of foods, and the high solubility of carbon dioxide in high moisture, high fat foods such as meat, poultry, and seafoods can result in package collapse owing to the reduction of the headspace volume. സോ എന്താണ് ഈ നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ സോലിബിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ അതേതാണ് ഹൈ മോയ്സ്ചർ ഫുഡ്സിൽ, ഹൈ ഫാറ്റ് ഫുഡ്സ് സച്ച് ആസ് മീറ്റ്, പോൾട്രി, സീ ഫുഡ്സിലൊക്കെ നമ്മൾ ആഡ് ചെയ്യും. പക്ഷെ അതിനകത്ത് എന്താണ് ആ ഹെഡ് സ്പേസ് വോളിയം കുറയുന്നത് കൊണ്ട് തന്നെ എന്താണ് കൊളാപ്സ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. And high levels of carbon dioxide can also result in increased drip or exudate from flesh foods, and the addition of absorbent pads in the base of the package is used to compensate for this. So എന്താണ് കാർബൺ ഡൈ ഓക്സൈഡ് ലെവൽ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഡ്രിപ്പ് അല്ലെങ്കിൽ എന്താ ലീക്കേജ് പോലുള്ള കണ്ടീഷൻസ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതാണ് MIPയുടെ കേസിൽ അല്ലെങ്കിൽ മോഡിഫൈഡ് അറ്റ്മോസ്ഫിയർ പാക്കേജിന്റെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഗ്യാസ് ഏതാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ദെൻ പറയുന്നതാണ് എന്ത് ഓക്സിജൻ. Oxygen promotes several types of deteriorative reactions in foods, including fat oxidation, browning reaction, pigment oxidation. ഓക്സിജന്റെ പ്രസൻസ് ഫുഡിനകത്ത് എന്താണ് പല രീതിയിലുള്ള ഡിറ്ററേറ്റീവ് റിയാക്ഷൻസ് ഉണ്ടാക്കും. ഇപ്പം ഫാറ്റ് ഓക്സിഡേഷൻ നടക്കാം, ബ്രൗണിങ് റിയാക്ഷൻ നടക്കാം, പിഗ്മെന്റേഷൻ നടക്കാം, അങ്ങനെ പല കാര്യങ്ങളും നടക്കാം. ഓക്കെ, മോസ്റ്റ് ഓഫ് ദ കോമൺ സ്പോയിലേജ് ബാക്ടീരിയ ആൻഡ് ഫംഗി റിക്വയർ ഓക്സിജൻ ഫോർ ഗ്രോത്ത്, ആൻഡ് മോസ്റ്റ് ഓഫ് ദ മൈക്രോ ഓർഗാനിസത്തിന് എന്ത് വേണം അവരുടെ ഫർദർ ഗ്രോത്ത് നടക്കാൻ വേണ്ടി എന്തിനു ആവശ്യമാണ് ഓക്സിജന് ആവശ്യമാണ്. ഫോർ ദീസ് റീസൺ ഓക്സിജൻ ഈസ് എയ്തർ എക്സ്ക്ലൂഡഡ് ഓർ ദ ലെവൽ സെറ്റ് as low as possible. സോ അതുകൊണ്ട് തന്നെ ഓക്സിജന്റെ ലെവൽ എന്താണ് നമ്മൾ ഒരു പരിധി വരെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഓർ എക്സെപ്ഷൻസ് ഒക്കേഴ്സ് വെയർ ഓക്സിജൻ ഈസ് നീഡഡ് ഫോർ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ റെസ്പിറേഷൻ ഓർ ദ ഡിറ്റൻഷൻ ഓഫ് കളർ ഇൻ റെഡ് മീറ്റ്. അല്ലാതെ ചിലതിന്റെ ഒക്കെ കേസിൽ എന്താണ് ഇതിനകത്ത് റെസ്പിറേഷൻ പ്രോസസ് നടക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റെഡ് മീറ്റിനൊക്കെ എന്താണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക് കളർ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ എന്താണ് നമ്മൾ ഈ ഓക്സിജൻ ആഡ് ചെയ്യും. ഓക്കെ, ദെൻ പറയുന്നത് എന്താണ് നൈട്രജൻ. നൈട്രജൻ എന്ന് പറയുന്ന ഒരു ഇനേർട്ട് ഗ്യാസ് ആണ് വിത്ത് നോ ഓർഡർ ആൻഡ് ടേസ്റ്റ്. പ്രത്യേകിച്ച് ഓർഡറും ടേസ്റ്റും ഒന്നും ഇല്ലാത്ത ഇനേർട്ട് ഗ്യാസ് ആണ് എന്ത് നൈട്രജൻ എന്ന് പറയുന്നത്. And it has lower density than air and a low solubility in water and other food constituents, make it a useful filler gas in MAP to counteract package collapse by CO2 dissolving in the food. സോ നൈട്രജൻ എന്ന് പറയുന്നത് എന്താണ് മറ്റേ എയറിനെയൊക്കെ അപേക്ഷിച്ചിട്ട് അതിന്റെ ഡെൻസിറ്റി കുറവാണ്, ലോ സോലിബിലിറ്റി ആണ്, ആൻഡ് അതുകൊണ്ട് തന്നെ എന്താ കാർബൺ ഡൈ ഓക്സൈഡ് നന്നായി ഡിസോൾവ് ചെയ്യുമ്പോൾ കൊളാപ്സ് ആവാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറയുന്നതുകൊണ്ട് തന്നെ നമുക്ക് പകരം ആരെ യൂസ് ചെയ്യാം നൈട്രജനെ യൂസ് ചെയ്യാം. Nitrogen indirectly influences the microorganism in perishable foods by retarding the growth of aerobic spoilage microbes, but it does not prevent the growth of anaerobic bacteria. നൈട്രജൻ എന്താണ് ഇൻഡയറക്ട്ലി നമ്മുടെ ഫുഡിനകത്ത് പെരിഷബിൾ ഫുഡ്സിനകത്തുള്ള മൈക്രോബിയൽ ഗ്രോത്തിനെ അഫക്ട് ചെയ്യും, ആൻഡ് എന്താണ് എയ്റോബിക് ആയിട്ടുള്ള സ്പോയിലേജ് മൈക്രോ ഓർഗാനിക് ഗ്രോത്തിനെ റിട്ടാർഡ് ചെയ്യും. പക്ഷെ ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ ഇത് ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അനൈറോബിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്തിനെ എന്താണ് നമ്മുടെ നൈട്രജൻ അഫക്ട് ചെയ്യില്ല. സോ നമ്മുടെ മോഡിഫൈഡ് അറ്റ്മോസ്ഫിയർ പാക്കേജിങ്ങിനകത്ത് നമ്മൾ ഒന്നുകിൽ എന്താ കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ ഓക്സിജൻ അല്ലെങ്കിൽ നൈട്രജൻ അല്ലെങ്കിൽ ഇവരുടെ കോമ്പിനേഷനെയാണ് എന്ത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അടുത്തതാണ് എന്ത് കൺട്രോൾഡ് അറ്റ്മോസ്ഫിയർ പാക്കേജിംഗ് എന്ന് പറയുന്നത്. കൺട്രോൾഡ് അറ്റ്മോസ്ഫിയർ പാക്കേജിംഗ് എന്താന്ന് വെച്ചാൽ ഈസ് ദ എൻക്ലോഷർ ഓഫ് എ ഫുഡ് ഇൻ എ ഗ്യാസ് ഇംപെർമിബിൾ പാക്കേജ് inside which the gaseous environment with respect to carbon dioxide, oxygen, nitrogen, water vapor and trace gases has been changed. സോ കൺട്രോൾഡ് അറ്റ്മോസ്ഫിയർ പാക്കേജിന്റെ കേസിൽ നമ്മൾ ഒരു ഫുഡിനെ പാക്ക് ചെയ്യുമ്പോൾ അതിന്റെ എൻവയോൺമെന്റിൽ എന്തൊക്കെ ആൾക്കാരുണ്ടോ അവരെ നമ്മൾ കൺട്രോൾ ചെയ്ത് കൊടുക്കും, മോഡിഫൈ ചെയ്യുമ്പോൾ അവരെ നമ്മൾ കൺട്രോൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ ഇൻ ദിസ് ടെക്നോളജി എന്തിനു വേണ്ടിയിട്ട് അതിന്റെ ഷെൽഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി in this technology the storage system consists of airtight storage chamber. ഇതിനകത്ത് എന്താണ് ഒരു എയർടൈറ്റ് സ്റ്റോറേജ് ചേംബർ ഉണ്ട്, ഒരു ഓക്സിജൻ റെഗുലേറ്ററി യൂണിറ്റ് ഉണ്ട്,
കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബിംഗ് യൂണിറ്റ് ഉണ്ട്, ആൻഡ് വിച്ച് എക്യുപ്മെന്റ് ഫോർ മോണിറ്ററിംഗ് ആസ് വെൽ as കൺട്രോളിംഗ് ദ ചേമ്പേഴ്സ് ആൻഡ് കോമ്പോസിഷൻ. എന്തിനാന്ന് വെച്ചാൽ അതിനകത്തുള്ള കണ്ടീഷനെ കൺട്രോൾ ചെയ്യാനും എന്താണ് അതിനെ എന്താ പറയാ അതിനകത്തുള്ള കണ്ടീഷൻസിനെ കൺട്രോൾ ചെയ്യാനും അതിനകത്തുള്ള ഗ്യാസിന്റെ കോമ്പോസിഷനെ മെയിൻറ്റെയിൻ ചെയ്യാനും. Liquid nitrogen generator is commonly installed to flush and chamber with liquid nitrogen as and when required for maintaining optimum level of oxygen. നമ്മൾ ഇതിനകത്ത് ഒരു ലിക്വിഡ് നൈട്രജൻ ജനറേറ്റർ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. എന്തിനാന്ന് വെച്ചാൽ അതിനകത്ത് നൈട്രജന്റെ റേറ്റ് കൂട്ടി കുറയ്ക്കാനും കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ വേണ്ടിയിട്ട്. ഓക്കെ, കാരണം അതിനകത്ത് ഓക്സിജന്റെ ലെവൽ ഒപ്റ്റിമം ആകുമ്പോൾ അതിനകത്ത് നൈട്രജന്റെ ലെവൽ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ നമ്മൾ അതിനെ യൂസ് ചെയ്യുന്നുണ്ട്. For maintaining optimal level of carbon dioxide in the chamber, the air in chamber is circulated through carbon dioxide scrubber frequently. അതിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ കോൺസെൻട്രേഷൻ യൂണിഫോം ആക്കി നിർത്താൻ വേണ്ടി നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് ഒരു സ്ക്രബ്ബറിനെ അതിനകത്തേക്ക് പാസ് ചെയ്യിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ഈവൻലി അതിനകത്തേക്ക് പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബിംഗ് മെറ്റീരിയൽ സച്ച് as hydrated lime, calcium or potassium hydroxide are generally used in scrubbers. സോ അതിന്റെ സ്ക്രബേഴ്സിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബിംഗ് മെറ്റീരിയൽസ് ആയിട്ടുള്ള ലൈമ്, കാൽഷ്യം, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. എന്തിനാന്ന് വെച്ചാൽ നമുക്ക് വേണ്ടപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിനെ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനും അല്ലാത്തപ്പം അതിനകത്തേക്ക് കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമൗണ്ട് കൂടുകയാണെങ്കിൽ അതിനെ അബ്സോർബ് ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ടും. ഓക്കെ, ആൻഡ് റെഫ്രിജറേഷൻ യൂണിറ്റ് ഈസ് എംപ്ലോയ്ഡ് ഫോർ മെയിൻറ്റെയിനിങ് സ്റ്റോറേജ് ടെമ്പറേച്ചർ. അതിനകത്തുള്ള സ്റ്റോറേജ് ടെമ്പറേച്ചറിനെ മെയിൻറ്റെയിൻ ചെയ്യിക്കാൻ വേണ്ടി ഒരു റെഫ്രിജറേഷൻ യൂണിറ്റ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. Okay. The storage life of various fruits and vegetables can be increased by 2 to 4 times the normal life by employing controlled atmospheric storage technology. So CAP method വഴി, മറ്റേ CAP എന്തായിരുന്നു, കോൾഡ് അറ്റ്മോസ്ഫിയറിക് പ്ലാസ്മയായിരുന്നു. ഇതെന്താണ്, കൺട്രോൾഡ് അറ്റ്മോസ്ഫിയറിക് ടെക്നോളജി അല്ലെങ്കിൽ കൺട്രോൾഡ് അറ്റ്മോസ്ഫിയറിക് പാക്കേജിംഗ്. സോ ഈ ഒരു മെത്തേഡ് വഴി നോർമലി ഫുഡിന് ഉണ്ടാകുന്ന ഷെൽഫ് ലൈഫിൽ നിന്ന് 2 to 4 times നമുക്ക് അതിന്റെ ഷെൽഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യിക്കാൻ പറ്റി. ഓക്കെ, however CS start to produce deteriorate rapidly when exposed to normal atmosphere during marketing. And മാർക്കറ്റിംഗിന്റെ സമയത്ത് നമ്മൾ ഇതിനകത്ത് കൺട്രോൾഡ് ആയിട്ട് എല്ലാ കണ്ടീഷൻസും പ്രൊവൈഡ് ചെയ്തിരിക്കുക. സോ നമ്മൾ ഇതിനെ എപ്പോഴെങ്കിലും മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും, മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യിക്കുമ്പോൾ ആ നോർമൽ ടെമ്പറേച്ചറിലേക്ക് വരുമ്പോൾ ഇത് ചീത്തയായി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇറ്റ് ഷോർട്ടൻസ് the post storage life of the produce which eventually affects marketing. And അതിന്റെ പോസ്റ്റ് സ്റ്റോറേജ് ലൈഫ്, അതായത് മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള അതിന്റെ സ്റ്റോറേജ് ലൈഫിനെ നമ്മുടെ ഈ കൺട്രോൾഡ് അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ അഫക്ട് ചെയ്യും. കാരണം ഒരു ചേഞ്ച് വരുമ്പോൾ അതിനകത്ത് അത് പെട്ടെന്ന് ചീത്തയായി പോകും. ഓക്കെ, the involvement of bulky and sophisticated equipment limits the use of controlled atmosphere technology during transport as well as retail storing of fruits and vegetables. The construction of airtight storage and continuous monitoring as well as controlling the storage air composition make the technology cost intensive. So മറ്റേതിന്റെ കേസിൽ നമ്മൾ പാക്കേജിങ്ങിന്റെ അകത്ത് പ്രോപ്പർ ആയിട്ട് അതിനെ പ്രൊവൈഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ മോഡിഫൈ ചെയ്ത് വെച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഇതിന്റെ കേസിൽ എന്താന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറേജ്, ഒരു കണ്ടിന്യൂസ് മോണിറ്ററിംഗ് സിസ്റ്റം, ഒരു ടെമ്പറേച്ചർ പ്രൊവൈഡ് ചെയ്യാനുള്ളത് എല്ലാം റെഫ്രിജറേഷൻ യൂണിറ്റ് എല്ലാം നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഒരു മെത്തേഡ് ആസ് കമ്പയർഡ് ടു ഓൾ അതർ നോൺ തെർമൽ പ്രിസർവേഷൻ മെത്തേഡ്, ദിസ് മെത്തേഡ് ഇസ് കൺസിഡേർഡ് വെരി എക്സ്പെൻസീവ്. ഓക്കെ, താങ്ക് യു. സോ ഇത്രയുമാണ് നമ്മുടെ നോൺ തെർമൽ പ്രിസർവേഷൻ ടെക്നിക്സ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ നമുക്കിപ്പോ വേറെ ഏതെങ്കിലും മെത്തേഡ്സ് ആഡ് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് MCQല് ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ, സോ ഇത്രയുമാണ് നോൺ തെർമൽ ഫുഡ് പ്രിസർവേഷൻ മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.